താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 1266 സൂം വെബിനാറിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മളുടെ ക്ലാസ് എടുക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ TG മനോജ് കുമാറാണ്. ഡോക്ടർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുന്നു. 26 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെ വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ TG മനോജ് കുമാർ. അതുപോലെ തന്നെ ഡോക്ടർ എടുക്കുന്ന വിഷയങ്ങളും വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഇന്ന് നമ്മൾക്ക് എടുക്കുന്ന വിഷയം രോഗത്തിന്റെ ഗതിവിഗതികൾ 2ാം ഭാഗമാണ്. ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് ഡോക്ടറെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ മനോജ് കുമാർ. മനോജ് കുമാർ ഡോക്ടറെ ക്ലാസ് എടുക്കാം. മനോജ് കുമാർ ഡോക്ടർ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഹ്യൂബർട്ട് ഡോക്ടറെ. ഹ്യൂബർട്ട് ഡോക്ടറെ മനോജ് കുമാർ ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നു. കണ്ണൂർ ജില്ലയിലാണ് ഡോക്ടർ ജോലി ചെയ്യുന്നത്. സൈക്കോളജിയിൽ ബിരുദമുള്ള ഡോക്ടറാണ്. ഡോക്ടർ എത്തിയിട്ടുണ്ട്. മനോജ് കുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. മനോജ് ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ ബിസിയാണ്. ദയവായി
വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ലായിരിക്കും. Hello, madam. Hello. Hello. കേൾക്കുന്നില്ല. എന്നെ ശരിയാക്കിയിട്ടുണ്ട്. ബാബുരാജൻ ഡോക്ടറെ, പിന്നെ മനോജ് കുമാർ ഡോക്ടറെ ഒന്ന് എന്താ അൺമ്യൂട്ട് ചെയ്യണേ. മനോജ് കുമാർ ഡോക്ടർ വീഡിയോ ഒന്ന് ഓൺ ചെയ്യണേ. ബാബുരാജൻ ഡോക്ടർ ശരിയായിട്ടുണ്ട്. നമസ്കാരം. അത് അൺമ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, ഹോസ്റ്റിന് അൺമ്യൂട്ടഡ് ആവുന്നില്ല. എനിക്ക് ഞാൻ അവിടുന്ന് ഹോസ്റ്റ് ആണ് അൺമ്യൂട്ട് ചെയ്യേണ്ടത്, എന്നാലേ എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ. 5 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനോജ് ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ സാർ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. ഡോക്ടറെ കാണാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരല്പം കൺഫ്യൂഷൻ പോയതാണ്. ഏതായാലും കേൾക്കാമല്ലോ. ഓക്കെ, ക്ലാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നല്ലോ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. അത് പറഞ്ഞാൽ രോഗത്തിന്റെ ഗതിവിഗതികൾ എന്നുള്ള കാര്യങ്ങളായിരുന്നു. രോഗത്തിനെ കുറിച്ച് നമുക്ക് പല ഡോക്ടർമാരും ചോദിക്കാറുണ്ട്. ഒരു ഡിസീസ് കണ്ടീഷൻസ് വരികയാണെങ്കിൽ ധാരാളം മെഡിസിൻസ് ഉണ്ട്. അത് ഹലോ ഡോക്ടർ, ഒരു മിനിറ്റ് എടുത്തോട്ടെ, ഒരു 2 മിനിറ്റ്. എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ജോസ് ഐസക് സാറിന്റെ ഒരു എന്താ പറയുന്ന സംരംഭം തുടങ്ങിയതിന്റെ ഇതായിട്ട് ഞങ്ങള് IFPHന്റെ ഒരു വലിയ നേട്ടമാണത്. അപ്പൊ നമ്മള് ഒരു മിനിറ്റ് നമ്മുടെ വെബിനാറിലുള്ളവരെല്ലാം ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒന്ന് ഞാൻ കാണിക്കുവാണ് കേട്ടോ. ഒരു മിനിറ്റ്. ടീച്ചറെ ഞാൻ വിളിക്കാം. ടീച്ചറെ, ഹലോ, ഞാൻ വിളിക്കാം. എങ്ങനെയായിരുന്നു? എന്നെ കാണാവോ? കാണാം. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ബാക്ക് ക്യാമറ വരത്തില്ലേ? അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രസിഡന്റ് ഇസ്മായിൽ സാറുണ്ട്. നമസ്കാരം സാറേ. കാരണം നമ്മുടെ സൂമിലുള്ളവരെല്ലാരും ഇവിടെ പ്രസന്റ് എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാവരും നടക്കുമ്പോ എല്ലാവരും ചുമ്മാ വല്ല ഇവരെ വിളിച്ചിട്ട് കിട്ടാഞ്ഞ്. മറ്റേ നമ്മുടെ സ്റ്റുഡൻസ് ക്ലിയർ അല്ലേ? ക്യാമറ ക്ലിയർ അല്ല. ഇച്ചിരൂടെ പിന്നെ കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തണം. ക്യാമറ കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തണം. ആരെയും കാണാൻ പറ്റുന്നില്ല. അജിനി ഡോക്ടറെ
അത് അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് ചോദിച്ചത്. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു. IFPHന്റെ ഏറ്റവും വലിയ നേട്ടമാണിത്. ഇത്രയും കൺട്രീസിൽ നിന്ന് ഒരുപാട് ക്ലാസ്സിൽ വരികയും പങ്കെടുക്കുകയും നമ്മളുടെ തന്നെ IFPH മെമ്പറായ ജോസഫ് സാറിനെ പ്രത്യേകം ഞങ്ങളുടെ വിഷസ് അറിയിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും വിഷസ് അറിയിക്കുകയാണ്. സാറേ, സൈഡ് സാറേ, നമസ്കാരം. നമസ്കാരം സാറേ. ക്ലാസ് തടസ്സപ്പെടുത്തുന്നില്ല. സന്തോഷം. താങ്ക് യു. കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ മനോജ് കുമാർ ഡോക്ടറെ നമുക്കെന്നാ ക്ലാസ് തുടങ്ങാം. ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിനകത്ത് രോഗത്തിന്റെ ഏത് ഘട്ടത്തിലുള്ള മരുന്നുകളാണ് ഇപ്പൊ കോസ് നോക്കിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, സിംറ്റംസ് നോക്കി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ചിലർക്ക് ആന്റി മയസ് ഇപ്പൊ തൊട്ട് മുമ്പുള്ള ക്ലാസ് നടത്തിയതുപോലെ മയാസത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ ഓർഗനോപ്പതിക് റെമഡീസ് ഉണ്ട്, പിന്നെ ബയോകെമിക്സ് കൊടുക്കാറുണ്ട്, ടിഞ്ചർ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ കണ്ടീഷൻസിൽ ഏതൊക്കെ ഘട്ടത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പല ഡോക്ടർമാർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇതിന് ഇന്നത് പറ്റില്ലെന്ന് ചോദിച്ചാൽ ഓക്കെ, അതെല്ലാം ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു രോഗത്തിന്റെ പ്രോഗ്രഷൻ അനുസരിച്ച്, അതാണെന്ന് പറഞ്ഞത് രോഗത്തിന്റെ ഗതിവിഗതികൾ എന്ന് പറഞ്ഞത് അതാണ്. ഒരു രോഗത്തിന്റെ പ്രോഗ്രഷൻ, എങ്ങനെ ഒരു രോഗം വളർന്ന് അതിന്റെ മൂർധന്യത്തിലെത്തി ഒന്നുകിൽ രോഗിയെ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ മരണത്തിൽ എത്തിക്കുന്നു എന്നുള്ള ആ കൃത്യമായ ആ റൂട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ ഏത് സ്റ്റേജിലാണ് രോഗി എത്തിയിരിക്കുന്നതെന്നും നമുക്ക് എത്ര പാത പിന്നോട്ട് പോകാനുണ്ട് എന്നുള്ളൊരു ധാരണ കിട്ടും. അപ്പൊ ആ ധാരണയെ കുറിച്ച് പലർക്കും നമുക്ക് നല്ല ധാരണയില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ട് ഏത് കണ്ടീഷൻസ്, ഏത് രോഗത്തിനും ഒരു കാരണം ഉണ്ടാവും. നമുക്കറിയാം അക്യൂട്ട് ഡിസീസ്, ക്രോണിക് ഡിസീസ്, ഇൻഡിസ്പൊസിഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഏത് രോഗത്തിനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തിൽ നിന്ന് ഒന്നുകിൽ നമ്മൾ ഓരോ കണ്ടീഷൻ, ഇപ്പൊ കാരണം ഉണ്ടായി നമുക്ക് കാരണത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ്. കാരണം ആ കോസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതുകൊണ്ട് കോസ് കിട്ടുന്ന കണ്ടീഷൻസ്, അതിനകത്ത് അക്യൂട്ട് ഡിസീസിനകത്ത് എല്ലാം ഹനുമാൻ അതുകൊണ്ടാണ് കോസിന് പ്രാധാന്യം പറയുന്നത്. ക്രോണിക് ഡിസീസിനകത്ത് മിക്കവാറും രോഗി ആ കോസ് യഥാർത്ഥ കാരണം മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കോസ് കിട്ടില്ല. അപ്പൊ നമ്മൾ സിംറ്റത്തിന് പ്രാധാന്യം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു കോസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ആയിട്ട് സിംറ്റംസ് ഉണ്ടാവും. സിംറ്റംസിന്റെ ആദ്യ ഘട്ടത്തിനകത്ത് വെറും ഒരു സിംറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരാൾ വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന എടുക്കും എന്നുള്ള സാധാരണ, മുറിവ് പറ്റും, വേദന എടുക്കും എന്നുള്ള സാധാരണ. പക്ഷെ അതിന്റെ കൂടെ അവിടെ ഇൻഡിവിജ്വാലിറ്റി കൂടി ചേരുന്നത്, അത് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇൻഡിവിജ്വാലിറ്റി കൂടി ആഡ് ചെയ്യുക. ആ ഇൻഡിവിജ്വാലിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ചെറിയൊരു മുറിവിന് പേഷ്യന്റ് അതിഭീകരമായിട്ട് ഹൈപ്പർ സെൻസിറ്റീവ്, ഇപ്പൊ നമ്മൾ ഹെപ്പസൾഫ് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ഭീകരമായിട്ട് അതിവയലന്റ് ആയിട്ടുള്ള വേദന പ്രകടിപ്പിക്കുക. അതേസമയം ചില പേഷ്യൻസ് ഒരു വേദന ഇല്ല, ഇതല്ല ഇതിലും വലുത് വെച്ചാൽ നമുക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് യൂഷ്വലി പെയിൻ ഉണ്ടാവുന്ന ചില കണ്ടീഷൻസ് പെയിൻ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻഡിവിജ്വാലിറ്റി കൂടി ആഡ് ചെയ്തിട്ട് ക്വാളിഫൈഡ് സിംറ്റംസ് ആയിട്ട് മാറും. അപ്പോൾ ഈ സിംറ്റംസും വന്നു കഴിഞ്ഞ് രോഗം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ അക്യൂട്ട് ഡിസീസ് ആയിട്ട് ആ രോഗം അവസാനിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ നമ്മുടെ വൈറ്റൽ ഫോഴ്സ് സ്ട്രോങ് ഇനഫ് ആണെങ്കിൽ ആ രോഗത്തെ തനിയെ നമുക്ക് മാറ്റാൻ പറ്റണം. അല്ല നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും അവിടെ മാറാൻ പറ്റണം. അപ്പൊ മെഡിസിൻ കൊണ്ട് നമ്മൾ വൈറ്റൽ ഫോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടും പറ്റാം, അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് തനിയും ആ രോഗം മാറ്റും. അപ്പൊ ഈ വൈറ്റൽ ഫോഴ്സിനും അല്ലെങ്കിൽ മരുന്നിനും രോഗം മാറ്റാൻ പറ്റാതെ വരികയാണ് എങ്കിൽ അതിനാണ് നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം ചിലപ്പോൾ മെഡിസിൻ തെറ്റായിരിക്കാം എന്ന് മുതൽ നമ്മൾ കാരണങ്ങൾ തുടങ്ങും. അപ്പൊ അതിനകത്താണ് ഈ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ആ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂറിനെ ഒന്നിനെ കുറിച്ചിട്ടാണ് തൊട്ട് മുമ്പ് മാഡം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്, മയസ്മാറ്റിക് ഒബ്സ്ട്രക്ഷനെ കുറിച്ച്. അപ്പൊ മയസ്മാറ്റിക് ഒബ്സ്ട്രക്ഷൻ മാത്രമല്ല, മെയിൻറ്റെയിനിങ് കോസ് ഉണ്ടാവും. നമ്മൾ തെറ്റായിട്ടുള്ള മരുന്ന്, നമ്മുടെ മെഡിസിനിൽ എക്സ്റ്റേണൽ കോസ്, ഇന്റേണൽ കോസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ മെഡിസിനൽ കോസസും ഉണ്ടാവും. നമ്മൾ തെരഞ്ഞെടുത്ത മെഡിസിൻ തെറ്റാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ ആയിരിക്കും. നമ്മുടെ അറിവില്ലായ്മ ചിലപ്പോൾ രോഗിയുടെ രോഗം മാറ്റാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ ഉണ്ടാകും. അപ്പൊ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എന്താണ്? 6 ഘട്ടത്തിലാണ്. ഇപ്പൊ നമ്മളൊരു ക്രോണിക് ഡിസീസ് ആദ്യം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ ഡിസീസ് ക്രോണിക് ആയി, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. എത്ര കാലമായി മുട്ടുവേദന തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞ് കുറെ കാലമായി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും വേണ്ട, സംഭവം ക്രോണിക് ഡിസീസ് ആണ്. ക്രോണിക് ഡിസീസ് ആയതുകൊണ്ട് സം ക്രോണിസിറ്റി, സം മെയിൻറ്റെയിനിങ് കോസസ് ദർ, എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ അത് മയസ്മാറ്റിക് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉടനെ മയസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻ അവിടെ നടത്താം. കാരണം ആ ഘട്ടത്തിലാണ് ഒബ്സ്ട്രക്ഷൻ
വന്ന് രോഗി ക്രോണിസിറ്റിയിലോട്ട് എത്തിയ കണ്ടീഷനിലാണ് നമ്മുടെ അടുത്ത് എത്തുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചില കേസിനകത്ത് ചില ഡോക്ടർമാർ ഒരു കേസ് ക്രോണിക് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ആന്റിമയാസ്മാറ്റിക് മെഡിസിൻ വെച്ചിട്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ ഇപ്പൊ ഈവൻ പനിക്ക് വരെ ചില ആൾക്കാർ സൾഫർ ഓവർഡോസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ ആന്റിമയാസ്മാറ്റിക് കിങ് ഓഫ് ദ മയാസ് അല്ലെ കിങ് ഓഫ് ദ മയാസ് ഓർ ക്യൂൻ ഓഫ് ദ മയാസ് ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ആ കേസ് ആ ഒബ്സ്റ്റക്കിൾസിനെ ആദ്യം അങ്ങ് തടസ്സപ്പെടും. അപ്പൊ എന്താ കഴിയുന്ന വെച്ചാൽ ആ രോഗത്തിന് ആ ക്രോണിസിറ്റിനെ നമുക്കൊരു ബ്ലോക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് അക്യൂട്ട് ഡിസീസ് പോലെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ ക്രോണിക് ഡിസീസ് അവിടെയും നമുക്ക് തടയാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഈ ക്രോണിക് ഡിസീസ് ഒരു ഓർഗനിലോട്ട് പോവുക. അപ്പൊ ഓർഗനിലോട്ട് പോവുക എന്ന് വെച്ചാൽ ഓർഗൻ ആരാണ് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ ശരീരം തന്നെ തെരഞ്ഞെടുത്തിട്ട് കൊടുക്കുന്നത് ഇത് തിന്നോ. ഇപ്പൊ ന്യൂമോകോക്കസ് ആണ് നമ്മുടെ ദേഹത്തിട്ട് ബാധിച്ചിരിക്കുന്നത്. അപ്പൊ ന്യൂമോകോക്കസിന് ഇഷ്ടം ശ്വാസകോശമാണ്. നമ്മൾ ശ്വാസകോശത്തെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന രക്ഷയില്ല. അതാ പറഞ്ഞു, ഒന്നെങ്കിൽ രോഗാണു തീരുമാനിക്കും, നമ്മുടെ കയറിയിരിക്കുന്ന ഓർഗാനിസംസ് നമ്മളെ തീരുമാനിക്കും അവർക്ക് ഇഷ്ടമുള്ള അവയവം ഏതാണോ, അതല്ലെങ്കിൽ ശരീരം തീരുമാനിക്കും. ശരീരം ഒരു വീക്ക്, അത് നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്, ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനോ അല്ലെങ്കിൽ പിന്നെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഓർഗനോ ശരീരം ഈ രോഗാണുവിന് വേണ്ടി രോഗത്തിന് വേണ്ടിയിട്ട് സ്പെയർ ചെയ്യും. ഒരു വീക്ക് ഓർഗൻ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് 2 കിഡ്നിയിൽ ഒന്നിനകത്ത് കല്ല് വരുന്നത്, 2 കിഡ്നിക്ക് ഒരേ പ്രായമല്ലേ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലെഫ്റ്റ് കിഡ്നി അല്ല റൈറ്റ് കിഡ്നി കുറച്ച് വീക്കെൻഡ് ആണ്. അപ്പൊ ഏതെങ്കിലും കിഡ്നിനെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി തകരാറുള്ളത്, ഇച്ചിരി വീക്കെൻഡ് ആയിട്ടുള്ള ഇവനെ അങ്ങോട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശരീരത്തിനത് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചില അതുകൊണ്ടാണ് ലങ് ഡിസീസ് വരുന്നത്. എന്തുകൊണ്ട് റൈറ്റിൽ ഇങ്ങനെ ബാധിക്കുന്നത് നമുക്ക് പറയാം, അതിന്റെ പിന്നെ കേർവച്ചറിന് വ്യത്യാസം ഉണ്ടെന്ന് പറയാം. പക്ഷെ അങ്ങനെ അതേ ചോദ്യത്തിന് നേരെ തിരിച്ച് അതുകൊണ്ട് റൈറ്റിൽ എങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നു, അതുപോലെ ഇൻഫെക്ഷൻ മാറുന്നു എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ലെഫ്റ്റിൽ എങ്ങനെ മാത്രം ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ റൈറ്റിൽ എങ്ങനെ ബാധിക്കാൻ അതിന് പ്രോൺ ടു അത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ റൈറ്റിൽ എങ്ങനെയല്ല, നോട്ട് ഓൾവേസ് ലെഫ്റ്റിൽ എങ്ങനെ ബാധിക്കുന്നു, അതിനെന്ത് കണ്ടീഷൻ? രണ്ട് ടോൺസിലുണ്ട്, അതിൽ ഒരു ടോൺസിലിനെ മാത്രം എങ്ങനെ ബാധിക്കുന്നു? അപ്പൊ അതിനകത്ത് തമ്മിൽ ഭേദമുള്ളതിനെ ആദ്യം കൊടുക്കുന്നു, ഏറ്റവും വീക്കെൻഡ് ആയവനെ ആദ്യം കൊടുക്കുന്നു എന്നാണ് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നെ രോഗാണുക്കളുടെ അവരുടെ ഇഷ്ടങ്ങളുള്ള ഭക്ഷണമായിട്ടാണ് ഈ എന്താ പറയുക, രോഗം ബാധിച്ച ശരീരത്തിന്റെ ആ രോഗാണുക്കൾക്ക് ഇഷ്ടമുള്ള ചില ഭാഗങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ന്യൂമോണിയ പിന്നെ നമ്മുടെ ശ്വാസവസ്ഥ ബാധിക്കുന്നു. ന്യൂമോകോക്കസ് അത് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂന്നൊന്നുമില്ല. ശ്വാസവസ്ഥ നമുക്കിപ്പോ ബിരിയാണി കിട്ടിയില്ല നമ്മൾ കഞ്ഞി കുടിക്കൂലേ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. ഇപ്പൊ ന്യൂമോകോക്കസിന് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലർക്ക് അതല്ല, ചിലർ അത് മാത്രമേ തിന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ പശുവിനോട് പുല്ല് തിന്നാലോ ഇറച്ചി തിന്നണോ അല്ല മുട്ട തിന്നണോ എന്ന് പറഞ്ഞാൽ പശു ചിലപ്പോൾ തിന്നൂലല്ലോ. അപ്പൊ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ TB രോഗമാണോ എന്തിനും വേണമെങ്കിലും ബാധിക്കും. ഏതവയത്തോ ഇതിന് ക്യാൻസർ നമുക്ക് ഏതിനും ബാധിക്കും എന്ന് പറയുന്നത് പോലെയാണ്. ചിലത് സർവ്വതും തിന്നും, എന്നാലും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടോ. ഇപ്പൊ നമ്മളൊരു മെറ്റാസ്റ്റാസിസ് വരുന്നത്, ഇപ്പൊ നമ്മളിപ്പോ മംസ് ഇഷ്ടം അതാണ്. ഫസ്റ്റ് സൈറ്റ് പരോട്ടിഡ് ആണ്. പരോട്ടിഡ് നല്ല സലൈവറി ഗ്ലാൻഡ് ആണ്. അതിൽ തന്നെ പരോട്ടിഡിനോടാണ് കൂടുതൽ ഇഷ്ടം. എന്താ മറ്റേ സലൈവറി ഗ്ലാൻഡ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരോട്ടിഡിനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് പരോട്ടിഡിൽ പിടിക്കുന്നു. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു ഗ്ലാൻഡിൽ പിടിക്കുന്നു. ഇനി അവിടെ കഴിഞ്ഞു കഴിഞ്ഞാലോ ആ ഏരിയ കഴിഞ്ഞാൽ ഉടനെ മെറ്റാസ്റ്റാസിസ് നേരത്തെ പോകുന്നത് ഓവറിയിലോട്ടോ അല്ലെങ്കിൽ ടെസ്റ്റിസിലോട്ടോ പോകുന്നത്. അതിന് വേറെ ഇഷ്ടംപോലെ ഓർഗൻ അവിടെ ഇല്ലേ, അങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചില രോഗാണുക്കളും കൂടി അവരുടെ ഓർഗൻ സ്പെസിഫിസിറ്റി തീരുമാനിക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഓർഗന് ഡാമേജ് വരുത്തും. അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടനങ്ങോട്ട് ഡാമേജ് വരുത്താൻ പറ്റില്ല. അവിടെ കയറി അതിനൊക്കെ ഒന്ന് നിരപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ശരീരത്തിന് എതിരുള്ള യുദ്ധങ്ങളൊക്കെ നടന്നു. അതൊരു തൈറോയിഡൈറ്റിസിനൊക്കെ നിങ്ങൾ കാണാറില്ലേ, ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസിനകത്തൊക്കെ എന്ന് വെച്ചാൽ ആദ്യം ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ റെഡ്നെസ് കൂടും, ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും, രക്തോട്ടം കൂടുന്നതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോൺസ് കൂടും. എന്നിട്ട് യുദ്ധത്തിനകത്ത് നമ്മുടെ ശരീരം തോക്കുമ്പോൾ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ടിപ്പിക്കൽ സിംറ്റംസ് വരുമ്പോൾ എന്ത് ചെയ്യും, തൈറോയ്ഡ് ഹോർമോൺസ് ലെവൽ കുറയാൻ തുടങ്ങും. അപ്പൊ അത് രോഗം വിജയിച്ചു എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഓർഗൻ നാശം വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ചേഞ്ചസ് വരാൻ തുടങ്ങുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് വന്നിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രോഗത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് വരുന്ന അവസ്ഥ എത്തി. മയാസ്മാറ്റിക് ഘട്ടമൊക്കെ കഴിഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് വരുന്ന അവസ്ഥ എത്തി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് വരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം ഇനി പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഇതോടുകൂടി ആ ഒരു അവയവത്തെ ശരീരം നശിപ്പിക്കാൻ തുടങ്ങി. നശിപ്പിക്കൽ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഓർഗനെ നശിപ്പിച്ചിട്ട് അതിന്റെ എഫക്റ്റ് കൊണ്ട് ശരീരത്തിന് ഏറെ താമസിയാതെ സമ്പൂർണ്ണ നാശത്തിൽ എത്തിച്ചേരും. എപ്പോഴും അങ്ങനെയാണ്. ഒരു ജീവിയുടെ നാശം എന്ന് പറയുന്നത്, മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സിംഗിൾ ഓർഗൻ ഡെത്ത് ആവുന്നതിന് ശേഷം അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഇപ്പൊ നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിനെ കുറച്ച് നീളം കൂടുതൽ കിട്ടും. ആ ശരീരം ഏത് അവയവത്തിനെയാണ് സ്പെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് കിഡ്നി ഡിസീസ് ആണെന്ന് വരിക, കിഡ്നി ഡിസീസ് ആണെങ്കിൽ നമുക്ക് കൊല്ലങ്ങൾ ചിലപ്പോൾ ജീവൻ നീട്ടി കിട്ടും. കിഡ്നി പ്രധാനപ്പെട്ട അവയവമൊക്കെ തന്നെയാണ്. പക്ഷെ 2 കിഡ്നി താമസിച്ചു കഴിഞ്ഞാൽ ഡയാലിസിസ് എങ്ങനെയൊക്കെ വലിച്ചു നീട്ടി നമുക്ക് എന്ന് വെച്ചാൽ സ്കിന്നിൽ കൂടെ പുറത്തു കളയാൻ നോക്കും. ആ വേസ്റ്റിനെ മൂത്രത്തിൽ കളയാൻ പോകില്ല.
അപ്പൊ മലത്തിൽ കൂടിയോ അല്ലെങ്കിൽ ശ്വാസത്തിൽ കൂടി അതിനോട് ശ്വാസത്തിനൊക്കെ ദുർഗന്ധം വരും. ലിവറിന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ പിന്നെ വേസ്റ്റുകൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ശരീരം പുറത്തു കളയാൻ നോക്കും. എന്നിട്ട് എല്ലാം മറ്റുള്ള ഓർഗൻസിൽ പോകാൻ പറ്റാതെ അതിന്റെ മാലിന്യങ്ങൾ എക്സ്പെൽ ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ ആ ഓർഗൻസിന് പിന്നെ എന്താ പറയാ അതുകൂടി തടസ്സമായി നമുക്ക് ഒരു നാശത്തിൽ എത്തിച്ചേരും. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വന്നത് ഈ പ്രിഫേർഡ് ഓർഗൻസ് എത്തുന്ന ആ ഒരു കണ്ടീഷൻ അവിടം വരെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ശരീരം പിന്നെ രോഗം ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്സ്ട്രക്ഷൻ വന്ന് രോഗം ശരീരത്തിൽ സ്ഥിരതാമസം ഉറപ്പിക്കാൻ അതിനിഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അപ്പൊ ആ പ്രിഫേർഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശരീരം നേരത്തെ പറഞ്ഞാൽ വീക്ക് ഓർഗൻസോ അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഓർഗൻസോ ശരീരം അതിനു വേണ്ടിയിട്ട് സ്പെയർ ചെയ്യേണ്ടി വരും കയറിയ ഓർഗാനിസത്തിന് അനുസരിച്ച്. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ കയറിയ രോഗാണു ഏതാണോ പ്രിഫർ അവർക്ക് ചില സ്പെസിഫിക് ആയിട്ട് ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും. ആ ഇഷ്ടങ്ങളിലോട്ട് ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഡെൽക്യാമറിന്റെ പിന്നെ കോൾഡിനെ കുറിച്ച് പറഞ്ഞു. എവരി കോൾഡ് സെറ്റിൽസ് ഓൺ ഐസ്. ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ കണ്ണസുഖം വരുന്നു. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ പറയാൻ പറ്റില്ല. അലർജിക് റൈനൈറ്റിസിന്റെ കണ്ണസുഖമായിട്ടല്ല ഡെൽക്യാമറയിൽ വരുന്നത്. അത് നമുക്ക് അല്ലാതെയുള്ള മെഡിസിൻ ആൾസൈഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. പക്ഷെ അലീസെപ്പ യൂഫ്രേഷ്യ ഒക്കെ വരും. പക്ഷെ ഇതല്ല, എവരി കോൾഡ് സെറ്റിൽസ് ഓൺ ഐസ് എന്ന് പറയുന്ന കണ്ടീഷനകത്ത് ഡെൽക്യാമറ നമുക്ക് വരും. അപ്പൊ അതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ ടി ബി എല്ലാ എല്ലാ അവയവങ്ങളെയും ബാധിക്കാം, ക്യാൻസർ എല്ലാ അവയവങ്ങളെയും ബാധിക്കാം. അപ്പൊ അതുപോലെ ചില പിന്നെ രോഗത്തിന് ഇന്ന അവയവമൊന്നുമില്ല, എല്ലാ അവയവത്തിനെയും ബാധിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ സിംറ്റംസ് ഉണ്ടാകുന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടാകുന്ന സിംറ്റംസിനെ കണ്ടത് എന്ന് വെച്ചാൽ ഓർഗൻ പത്തോളജി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസിനെ കണ്ടിട്ട് ഇത് ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റിക് സിംറ്റംസ് ആണ് എന്ന് കരുതരുത്. അതാണ് നമുക്ക് സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു മണ്ടത്തരം. ഇപ്പൊ യെല്ലോഷ് ഡിസ്ചാർജ് പിന്നെ വന്നു, യെല്ലോഷ് കിട്ടി, യെല്ലോഷ് ഡിസ്ചാർജ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് നമ്മൾ പറയുന്നു. യെല്ലോഷ് ഗ്രീനിഷ് ആണ്, ഉടനെ നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻ നമുക്ക് കിട്ടിയ പൾസാറ്റിലാണ് എന്നൊക്കെ നമ്മൾ അങ്ങ് വാദിക്കുന്നത്. യെല്ലോ ഡിസ്ചാർജ് നമ്മൾ പറഞ്ഞാൽ അത് സൈനസൈറ്റിസ് ആണെന്ന് വിചാരിക്കുക. സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ വൈറസിന്റെ ഘട്ടം കഴിഞ്ഞ് ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കളർ ഓഫ് ദി ഡിസ്ചാർജ് ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് കണ്ടീഷൻ അവിടെ യെല്ലോയിഷ്നെസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലിസൾഫോ കാൽക്കരി സൾഫോ പൾസാറ്റിൽ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് എല്ലാം വരും. അപ്പൊ അതൊന്നും ഇൻഡിവിജ്വലിസ്റ്റിക് പ്രിസ്ക്രിപ്ഷൻ അല്ല. അത് ആ സിംറ്റംസ് മാത്രം വെച്ചിട്ടാണ് ആ കളർ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പൊ ഗ്രീൻ പസ് നമ്മൾ പൾസാറ്റില്ല. പക്ഷെ അവിടെ ചിലപ്പോൾ കണ്ടീഷനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഡിസ്ചാർജ് ഓക്കെ, ഇപ്പൊ സൈനസൈറ്റിസ് ആണ്, പിന്നെ യെല്ലോയിഷ് ഡിസ്ചാർജ് വരുന്നു, നമ്മൾ എഗ്രി ചെയ്യുന്നു, പൾസാറ്റിലെയാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ആ പേഷ്യന്റിന്റെ എല്ലാ ഡിസ്ചാർജും യെല്ലോയിഷ് ആണെന്ന് വിചാരിക്കാം. അഗൈൻ ഗ്രീനിഷ് യെല്ലോയിഷ്, ഈവൻ ലൂക്കോറിയ ഉണ്ട്, അല്ലെങ്കിൽ സം അതർ ഡിസ്ചാർജ്, ഈവൻ ഇയറിന് ഡിസ്ചാർജ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് നേരത്തെ സൈനസൈറ്റിസ് ഉണ്ട്, ഇയർ ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ ലൂക്കോറിയ ഉണ്ട്, ഇതെല്ലാം യെല്ലോയിഷ് ഗ്രീനിഷ് ആണെന്ന് വിചാരിക്കുക. ഒന്നുമില്ല, അവിടെ നമുക്ക് പൾസാറ്റിലെ ഇതാവുന്നത് ആ ഒരു സിംറ്റംസ്. എന്തുകൊണ്ട് അവിടെ എല്ലാം ബാക്ടീരിയ ബാധയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ഒന്നിലധികം അവയവങ്ങളിൽ ഒരേപോലുള്ള സിംറ്റംസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് നേരത്തെ പറഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി കൂടി ചേർന്നിട്ടുള്ള രീതിയിൽ പ്രിസ്ക്രിപ്ഷനിലോട്ട് പോകും. അല്ലെങ്കിൽ ഈ സൈനസൈറ്റിസിനകത്ത് ഒരു മഞ്ഞ കഫം കണ്ടു എന്നുള്ളത് ഓർത്തിട്ട് അത് അതിന്റെ പേരിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പലപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ഇപ്പോ ഒരു കണ്ടീഷൻ വന്നു, ഇപ്പൊ വൈറ്റ് സ്പുഡ വന്നു, ഇപ്പൊ അലർജി മൂക്കിൽ നിന്ന് വരുന്നു. അലർജിക് റൈനൈറ്റിസിന്റെ ഒരു കോമൺ സിംറ്റം ആണ് വെള്ള മ്യൂക്കോയിഡ് ആയിട്ടുള്ള സ്പുഡ ഉണ്ടാകുന്നത്. ആ ഗ്രീനിഷ് ആകുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അല്ലെ. ഇപ്പൊ ബ്ലഡി ആൻഡ് റസ്റ്റി ബ്രൗൺ സ്പുഡ വരുമ്പോൾ അത് ന്യൂമോണിയ ആണ്. ഇപ്പൊ ന്യൂമോണിയ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ സ്പുഡ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേഷനും ഇല്ല. നിങ്ങളത് ഉടനെ ബ്രയോണി ആണെന്നൊന്നും കരുതണ്ട. കാരണം അവിടെ പത്തോളജി വന്നു കഴിഞ്ഞാൽ ലങ് പത്തോളജി ന്യൂമോണിയ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള സ്പുഡ എന്നുള്ളൊരു കോമൺ സിംറ്റം ആണ്. ആ കോമൺ സിംറ്റം അല്ലാതെ ന്യൂമോണിയ ആകുന്നതിന് മുമ്പ് ഒരാൾ രാവിലെ ഒന്നിൽ ചുമക്കുന്നത് ബ്രൗണിഷ് സ്പുഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സിംറ്റമായിട്ട് എടുക്കാം. അതല്ല എങ്കിൽ അതൊരു പത്തോളജിക്കൽ സിംറ്റം മാത്രമാണ്. അതിന് ഈ പറയുന്ന പോലെ ആ രോഗം ആ ഘട്ടത്തിലെത്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ബ്ലാക്ക് സ്പുഡ വന്നു, പർപ്പിൾ സ്പുഡ ആണെങ്കിൽ നമുക്കത് ബ്ലഡിനെ സംശയിക്കാം. ഇനി സ്മോക്കേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഡൽഹിയിലുള്ള പോലത്തെ എന്താ പറയുക അന്തരീക്ഷം പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണെന്ന് വിചാരിക്കുക. അവിടെ ബ്ലാക്ക് സ്പുഡ വരുന്നതിൽ എന്താണ് അത്ഭുതമുള്ളത്? അപ്പൊ അവിടെ ഒന്നും കയറിയിട്ട് ഞാനൊരു മാജിക്കൽ സിംറ്റം മെഡിസിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അത് കയറിയ സാധനം പുറത്തു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സിലിക്കോസിസിനകത്തൊക്കെ ഈ ബ്രൗണിഷ് കളർ വരും. സിലിക്കോസിസ് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്റ്റോൺ കട്ടേഴ്സ് ഉണ്ട്, ഈ ചെങ്കൽ മടകളിൽ പണിയെടുക്കുന്നവിടെ മുഴുവൻ ചെങ്കൽ പൊടിയായിരിക്കും, അത് മുഴുവൻ മൂക്കിക്കട കയറും. അപ്പൊ അത് അവര് ചുമച്ച് തുപ്പുമ്പോഴോ മൂക്കിന്ന് വരുമ്പോഴൊക്കെ ആ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒന്നിലധികം ഡിസ്ചാർജുകൾ ഒന്നിച്ച് ചിലപ്പോൾ ഒരേ രീതിയിൽ വരികയാണെങ്കിൽ മാത്രമേ അത് ചിലപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കാലിമ്പൂർന്ന് പറയില്ലേ, ഓൾ ഡിസ്ചാർജ് ആർ വൈറ്റ്, അത് എവിടുന്ന് ഡിസ്ചാർജ് വന്നാലും വൈറ്റ് ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ
നമുക്ക് കാലിമൂറിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റും. പിന്നെ ഒഫൻസീവ്നെസ്, എല്ലാ ഡിസ്ചാർജ് ഓഫൻസീവ്നെസ്, സോൾ ഡിസ്ചാർജ് ഇപ്പൊ കാർബോജനെ കുറിച്ച് പറഞ്ഞത്, യെല്ലോസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ കാലി സെൽഫ്, കാൽക്കരി സെൽഫ്, പൾസാറ്റില, യെല്ലോഷ് ഗ്രീൻ പൾസാറ്റില, അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഓർഗനെ ബാധിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഈ ഒരു ഘട്ടത്തിൽ എത്തിയല്ല പറഞ്ഞു, ഓർഗനെ ബാധിക്കുന്ന ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർഗനോപ്പതിക് മെഡിസിൻസ്, നോസോഡ്സ്, സാർക്കോഡ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഓർഗനെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തുള്ള മെഡിസിൻ എപ്പോൾ കൊടുക്കേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഓർഗന രോഗം ബാധിച്ചു എന്ന് വരുന്ന അവസ്ഥയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൈറോയിഡിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ. തൈറോയിഡിന്റെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ്, തൈറോയിഡ് എൻലാർജ്മെന്റ്. അപ്പൊ തൈറോയിഡിന് എൻലാർജ്മെന്റ് കാണുമ്പോൾ നമുക്ക് തൈറോയിഡിന് രോഗം ബാധിച്ചു കഴിഞ്ഞു. ഓക്കെ, ആ ഒരു സമയത്താണ് നിങ്ങൾ തൈറോയിഡിനം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ തൈറോയിഡിന് ആ ഒരു കേസിനകത്ത് ആ ഒരു ഓർഗൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ കൊടുക്കുന്ന പലപ്പോഴും ഇന്റർകറന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനെല്ലാം കൊടുത്തു, ഇഷ്ടംപോലെ സമയമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ സമയം പിടിക്കും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡിവിജ്വാലിറ്റി, അല്ല നമ്മുടെ വൈറ്റാലിറ്റി ഓഫ് ദ പേഷ്യന്റ്. നല്ല വൈറ്റാലിറ്റി ഉള്ളവരിലാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ താമസം വരാതിരിക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന സാധനമാണ് ഈ ഓർഗൻ റെമഡീസ് എന്ന് പറയുക. ഇപ്പൊ പാൻക്രിയാറ്റിനും നമ്മൾ ഡയബറ്റീസിന് കൊടുക്കുന്നു. നമ്മൾ ഡയബറ്റീസ് നമുക്കറിയാലോ, ക്രോണിക് ഡിസീസ് ആയിട്ട് നീണ്ടു നിൽക്കും. നമുക്ക് പല മെഡിസിൻസ് നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സാധാരണ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഇൻസുലിൻ കൊടുക്കേണ്ട അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എന്താ അർത്ഥം? പാൻക്രിയാസിന്റെ ആപ്പീസ് പൊട്ടിയെന്ന് അർത്ഥം, അല്ലെ? അങ്ങനെ വരുമ്പോൾ ആ പാൻക്രിയാസ് ആ ഓർഗൻ മുഴുവനായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ തിങ്ക് അബൌട്ട് പാൻക്രിയാറ്റിനും. അപ്പൊ അതിനകത്ത് പിന്നെ നമ്മൾ ഈ പാൻക്രിയാറ്റിനും അതിനകത്ത് പിന്നെ ചില മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ സിംറ്റംസ് ആയിട്ട് കംപ്ലൈൻസ് ഫ്രം ഷുഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർജന്റീൻ നൈട്രിക്കും പലപ്പോഴും ഓർക്കും. പക്ഷെ എല്ലാവരും ഈ കംപ്ലൈൻസ് ഫ്രം ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ മറ്റു പല അസുഖം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റീസ് ആണ്. പക്ഷെ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും അർജന്റീൻ നൈട്രിക്ക് ഓർക്കില്ല. അപ്പൊ അതുകൊണ്ട് അർജന്റീൻ നൈട്രിക്ക് ഓർക്കുക. പിന്നെ അലൻ സ്കിനോഡിനകത്ത് രണ്ട് മെഡിസിന് ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 മെഡിസിൻ ദൈവം സഹായിച്ച് ഭൂരിഭാഗം പേര് ഉപയോഗിക്കാറില്ല. ഒന്ന് ഹെലോണിയസും ഒന്ന് നാട്രമൂറുമാണ്. എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഹെലോണിയസും നാട്രമൂറും മാത്രമാണ് അലൻ സ്കിനോഡിനകത്ത് ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെക്കുക. ഞാനത് ഉപയോഗിക്കാറുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പിന്നെ ഹെലോണിയസ് പൊട്ടൻഷ്യൽ ഉപയോഗിക്കാം, ടിഞ്ചറും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിനം പിറ്റ്യൂട്ടറിനം നമുക്ക് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പിറ്റ്യൂട്ടറിനം എന്ന് വെച്ചാൽ നമുക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഞാൻ മുമ്പൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. FSH, LSA, CTH, TSH എന്നൊക്കെ പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനൊരു കോഡൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒന്നിലധികം ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് കാണുകയാണെങ്കിൽ, ഒരു വിറ്റിലിഗോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്കാന്തോസിസ് നിഗ്രിഗൻസ്, കഴുത്തിനുള്ള കറുപ്പ് നിറമുണ്ട്, അപ്പൊ അത് മെലാനിൻ പിഗ്മെന്റേഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അറിയാലോ. അപ്പൊ MSH ആണ് അതിന്റെ കോസ്. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിന്റെ ഇന്റർമീഡിയറ്റ് ലോബ് ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ മേ ബി ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണോ എന്ന് നമ്മളൊരു ചോയ്സ് അവിടെ ഇട്ടു വരുന്നു. അടുത്ത സിംറ്റം നോക്കുമ്പോൾ ഇവർക്ക് TSH തകരാറുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, MSH TSH ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ഇനി ഇവർക്ക് FSH കൂടി തകരാറ്, അല്ലെങ്കിൽ LH തകരാറുണ്ടെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ് ആണ്. അവിടെ തകരാറ് മാറി അങ്ങ് മുകളിൽ തലയിലെത്തി, ആന്റീരിയർ പിറ്റ്യൂട്ടറി എത്തി എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും ഇവൻ അലോപ്പതി ഡോക്ടർമാർക്ക് വരെ TSH കണ്ടു കഴിഞ്ഞാൽ അവർ TSH മുകളിൽ അവിടെ PCOD ഉണ്ടോ എന്നുള്ളവർ ശ്രദ്ധിക്കില്ല. PCOD ഉണ്ട്, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉണ്ട്, എക്കാന്തോസിസ് നിഗ്രിഗൻസ് ഉണ്ട്, പിന്നെ ഗ്രോത്ത് ഹോർമോൺസിന് വ്യത്യാസം വരുന്നതുകൊണ്ട് ഇവർക്ക് തടി കൂടുന്നുണ്ട്. അത് വെറും ഒബിസിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസിന്റെ ഒബിസിറ്റി ആയിട്ടൊന്നും കണക്കാക്കേണ്ട. ഇതെല്ലാം ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒന്നിലധികം ഈ ഹോർമോൺസിൽ വ്യത്യാസം വരുമ്പോൾ തകരാറ് ആന്റീരിയർ പിറ്റ്യൂട്ടറിലാക്കാം. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഓർഗനെ ആണ് ബാധിച്ചത് എന്ന് ചിന്തിച്ച് ആന്റീരിയർ പിറ്റ്യൂട്ടറിനോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിനോ ഒക്കെ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അതുപോലെ ഓവറി നമ്മൾ PCOD-യിലൊക്കെ വരുന്നു. അപ്പൊ നമ്മൾ അതുപോലെ നമ്മൾ പിന്നെ PCOD-ആയിട്ട് ബന്ധപ്പെട്ട ആ ടിപ്പിക്കലായിട്ട് നമുക്ക് PCOD-ന്റെ സിംറ്റംസ് കിട്ടുന്നു. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഓവറിക്ക് തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ഊഫോറിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനാണ്. ഈ ഒരു PCOD-ന്റെ സിംറ്റംസ് ഓവറിനെ ബാധിച്ചു എന്ന ബോധ്യമാകുന്ന കണ്ടീഷൻ, ഓവറിയിൽ പത്തോളജി വന്നു കഴിഞ്ഞാൽ, എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യു കൻ തിങ്ക് അബൌട്ട് ഊഫോറിനം. ടെസ്റ്റിസിനോ അതുപോലെ ടെസ്റ്റിസ് 3X ഓർക്കൈറ്റിനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പത്തോളജി ആ ഒരു ഓർഗനെ ബാധിച്ചു എന്നുള്ള കണ്ടീഷനിൽ എത്തുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മെഡിസിൻസ്, ഓർഗൻ റെമഡീസും അല്ലെങ്കിൽ അതിന്റെ നോസോൾസും അതിന്റെ സാർക്കോട്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഓർഗനെ ബാധിച്ചു എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് ബോധ്യമാകുമ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ഈ ഓർഗനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? പത്തോളജി
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറാൻ തുടങ്ങി. അപ്പൊ നോക്കണം, അവിടെ എത്തുമ്പോൾ 5ാമത്തെ ഘട്ടത്തുമ്പോഴാണ് ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് മാറാൻ തുടങ്ങുക. അപ്പൊ അത് നിങ്ങളത് മനസ്സിലാക്കണം. ഒരു പേഷ്യന്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ ഉണ്ടാകാം. ഒന്നുകിൽ അവന് ജന്മന ഉള്ള ശരീരപ്രകൃതം, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള രോഗം വന്നതിന് ശേഷമുള്ള ശരീരപ്രകൃതം. ഇപ്പൊ കാൽക്കരി കാർബ് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഹെൽത്തി കാൽക്കരി കാർബും ഉണ്ട്, പത്തോളജിക്കൽ കാൽക്കരി കാർബും ഉണ്ട്. ഹെൽത്തി ലൈക്കോപോഡിയം ഉണ്ട്, പത്തോളജിക്കൽ ലൈക്കോപോഡിയം ഉണ്ട്. അപ്പൊ ആദ്യം ഉണ്ടാവുന്നത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവന് ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷനിലായിരിക്കും. ഒരു കുട്ടി നമ്മൾ കണ്ടു 3.5 കിലോയിൽ കൂടുതലുണ്ട്, അല്ലെങ്കിൽ 4 കിലോന്റെ അടുത്തുണ്ട് ജനിക്കുമ്പോൾ തന്നെ. അങ്ങനെയാണെങ്കിൽ അവനോട് കാൽക്കരി കാർബ് ആകാനുള്ള ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ അവനുണ്ട്. മിക്കവാറും കാൽക്കരി കാർബിന്റെ ബന്ധുക്കളായ മരുന്നുകളും പെലഡോണിയം മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവൻ അക്യൂട്ട് ഡിസീസ് അല്ല, അതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ പത്തോളജിക്കൽ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ അവന്റെ ആ രോഗം അവന്റെ ഓർഗനെ ബാധിച്ച് നശിപ്പിച്ചതിന് ശേഷം ഉണ്ടായ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ആണ്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഗൻ റെമഡീസ് കൊടുത്തതിന് ശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസത്തിനകത്ത് ഒബിസിറ്റി വരുന്നു അല്ലെ, അതുകൊണ്ടാണ് കാൽക്കരി കാർബ് അവിടെ വരുന്നത്. കാൽക്കരി കാർബ്, ഗ്രാഫൈറ്റിസ്, ക്യാപ്സിക്കം, ഫെറമറ്റ്, ഇങ്ങനെയുള്ള ഒബിസിറ്റിന്റെ മെഡിസിൻസ് വിത്ത് ഹൈപ്പോതൈറോയിഡിസിനകത്ത് വരും. അല്ലാണ്ട് മറ്റുള്ള മെഡിസിൻസ്, തടിയന്മാരുടെ മെഡിസിൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കാലി കാർബ്, കാലിബൈക്ക്, ആന്റിക്രൂഡ്, ഫൈറ്റിലക്ക. നമ്മൾ സാധാരണ ഉടനെ കൊടുക്കുന്ന ടിഞ്ചർ ഫൈറ്റിലക്ക ബെറിയാണ്. ഈ ഫൈറ്റിലക്ക ഡെക്കാൻ, ഇപ്പൊ നമ്മളൊക്കെ സർക്കാർ ആശുപത്രിയില് ഫൈറ്റിലക്ക ബെറി പെട്ടെന്ന് തീർന്നു പോകും. ഫൈറ്റിലക്ക തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ ഫൈറ്റിലക്കേന്റെ ബെറിയാണ് ഫൈറ്റിലക്ക ബെറി. അത് നമ്മൾ പറഞ്ഞില്ല, ചില മരുന്നുകളെ കുറിച്ച് ആൾക്കാർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. ഈ സിനാപ്പിസ് നൈഗ്ര കടുകാണെന്നായിരിക്കാം, തയ്യോസിനാമിൻ ആ കടുകിന് എടുക്കുന്ന മരുന്നാണെന്ന് നമുക്ക് അറിയണ്ടാവില്ല. അതുപോലെ തന്നെ കാക്ടസ് മരുന്നാണെന്ന് നമുക്കറിയാം. കാക്ടസിന് എടുക്കുന്ന ഒരു ഇൻസെക്ട് ആണ് കോക്കസ് കാക്ടി. അതുകൊണ്ട് ഇവർ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ഓർക്കൂല. അതുപോലെ തന്നെ ഓർക്കേണ്ടതാണ് ഈ ഫൈറ്റിലക്കേന്റെ ബെറിയാണ് ഫൈറ്റിലക്ക ബെറി. അതിന് കൂടുതൽ നമ്മൾ ഒബിസിറ്റിക്ക് കൊടുക്കുന്നതെന്ന് മാത്രമാണ്. ഇപ്പൊ ഫൈറ്റിലക്ക ബെറി തീർന്നു പോയാൽ സർക്കാർ ആശുപത്രിയിൽ ഇത് കേൾക്കുന്ന ഡോക്ടർമാർക്ക് വേണമെങ്കിൽ ഫൈറ്റിലക്ക ബെറിക്ക് വേറെ ഫൈറ്റിലക്ക കൊടുത്തു എന്ന് ഓർത്തിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം ഓർക്കാം. ഇമാസിയേറ്റഡ് ആവുമ്പോൾ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസിനകത്ത് ഇമാസിയേറ്റഡ് ആവുന്നു. അപ്പൊ ആൾ ഇമാസിയേറ്റഡ് ആയി കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസ് ആ ഓർഗനെ ബാധിച്ച് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ശരീരത്തിൽ ഇനി പിന്നെ അവസ്ഥ ആ ശരീരത്തിന്റെ നാശം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതത്തിന് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിപ്പോയി എന്നുള്ളതാണ് തിരിച്ച് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് മുതൽ നമുക്ക് തിരിച്ച് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇപ്പൊ TB അല്ല, ഇപ്പൊ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തിനകത്ത് ഇങ്ങനെ വരും, ഡയബറ്റീസിനകത്ത് നമ്മൾ മെലിയാൻ തുടങ്ങുന്ന കണ്ടീഷൻസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ മെലിഞ്ഞ മെഡിസിൻസിനകത്ത് തന്നെ ആട്രമോറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റീസിന് ഒരു മെഡിസിൻ ആട്രമോർ ആണ് എന്ന് പറയുമ്പോൾ റൈറ്റിസ് വിത്ത് ഇമാസിയേഷൻ ആണ് യു കെ തിങ്ക് അബൌട്ട് ആട്രമോർ. അയഡൈസ് സാൾട്ടും നമ്മൾ പിന്നെ ഹൈപ്പർ തൈറോയിഡിസവും അല്ലെ തൈറോയിഡ് ഡിസ്ഫങ്ഷനുമായിട്ടുള്ള വലിയ ബന്ധങ്ങളെ കുറിച്ച് ഇവിടെ തന്നെ നമുക്ക് മുമ്പ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആയിഡം പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു, അതും തൈറോയിഡ് ഡിസ്ഫങ്ഷനകത്ത് വരുന്ന കണ്ടീഷൻസ് പറയും. ഇപ്പൊ ട്യൂബർക്കുലിനും TB പേഷ്യൻസ് മെലിഞ്ഞു വരുന്ന കണ്ടീഷനകത്ത് ട്യൂബർക്കുലിനെ നമുക്ക് പിന്നെ ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ലങ് പത്തോളജിയിലൊക്കെ നമ്മുടെ ഓക്സിജന്റെ അളവ് കുറയും അല്ലെ, നമുക്കറിയാവുന്ന കാര്യം. ഓക്സിജന്റെ അളവ് കുറയുമെന്ന് പറഞ്ഞാൽ കോശങ്ങൾക്ക് ഭക്ഷണം വേണം. അതുപോലെ മനുഷ്യനെ പോലെ തന്നെയാണ് നമ്മുടെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്ഥൂലമായ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനം ഓക്സിജൻ ആണ്, രണ്ടാമത് നമുക്ക് ഭക്ഷണമാണ്, വെള്ളമാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ കോശങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള എനർജി രണ്ടാമത് വേണ്ടത് അല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓക്സിജൻ വേണം, രണ്ടാമത് അതിന് ഊർജ്ജം വേണം. അപ്പൊ ഇങ്ങനെയുള്ള ലങ് പത്തോളജി വന്നു കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറയും, അപ്പൊ കോശങ്ങൾ മെലിയും, ക്ഷീണിക്കും. ആ ക്ഷീണം കുറെ കഴിയുമ്പോൾ ആത്യന്തികമായി ശരീരത്തെയും ബാധിക്കും. അങ്ങനെയാണ് ഇവർ മെലിഞ്ഞു നിന്നിട്ട് സെൽസ് വരെ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോ ഒരു എന്താ പറയാ ടിപ്പ് എന്ന് പറയാവുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു മെഡിക്കൽ നമ്മളിവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ടിപ്സിന് വേണ്ടിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് എയറോക്കോട്ട് അല്ലെങ്കിൽ ഹെയർ എന്നൊക്കെ പറയുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഹോമിയോപ്പതിക്ക് അതുപോലെ ഡോക്ടറെ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ശ്വാസം കിട്ടുന്ന ഏതെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാവുന്ന ഉത്തരം അസ്പുഡോസ്പെർമ 3x ആണ്. ഈ അസ്പുഡോസ്പെർമ നിങ്ങൾക്ക് അറിയാമല്ലോ, ദ ഡിജിറ്റാലിസ് ഓഫ് ലങ് എന്ന് പറയുന്ന മെഡിസിൻ. അസ്പുഡോസ്പെർമ നമ്മൾ ഈ കൊറോണ കാലത്ത് കുറെ പേർക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിസിൻസ് ആണ്. ഈ അസ്പുഡോസ്പെർമ 3x ശരിക്കും നമ്മൾ ഒരു തുള്ളി വെറുതെ നമ്മൾ വിരൽ ഇറ്റിച്ചിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന പോലെ വലിക്കുക. ഇനി റോട്ട ഇൻഹേലർ പോലുള്ള അങ്ങനത്തെ വലിക്കുന്ന സാധനത്തിനകത്തുള്ള മെഷീൻ ഇട്ടിട്ട് വേണമെങ്കിൽ വലിക്കുക, അല്ലെങ്കിൽ ഇൻഹേലർ മറ്റേ മെഷീനകത്തിട്ട് വലിച്ചു ഇൻസ്റ്റന്റ് ആയിട്ട്. അപ്പൊ എനിക്ക് എന്റെ പേഷ്യൻസിന് ഇത് പോക്കറ്റിൽ ഇട്ടുണ്ട്, അവർ റോട്ട ഹെലർ കൂടെ അവർക്ക് എന്തെങ്കിലും ഒന്ന് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കൊണ്ടുവന്നു പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നാലോ എന്നുള്ള പേടിയും കൂടി ആയിരിക്കും. അപ്പൊ എങ്ങനെയായാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ അസ്പുഡോസ്പെർമ 3x എന്നത്. അത് ഒരു ഡ്രോപ്പ് നാക്കിലിറ്റിച്ചിട്ട്, അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്, നാക്കിലിറ്റിക്കുക, എന്നിട്ട് ഇങ്ങനെ വാ തുറന്ന് ഉള്ളിലോട്ട് ശ്വാസം വലിക്കുക, ഒറ്റ തുള്ളി നാക്കിലിറ്റിച്ചിട്ട് ഉള്ളിലോട്ട് ശ്വാസം വലിക്കുക. അത് ഒരു ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് പേഷ്യൻസിനടുത്ത് ഈ നമ്മള്
ഇൻഹേലർ ഒഴിവാക്കാൻ പറയുന്ന പേഷ്യൻസിനടുത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് വരുമ്പോൾ എന്താണ് അതിന്റെ നറിഷ്മെന്റ് കുറയുന്നുണ്ടാവും, ന്യൂട്രീഷണൽ നറിഷ്മെന്റ് കുറയുന്നുണ്ടാവും. നമുക്ക് ആ ന്യൂട്രീഷണൽ നറിഷ്മെന്റ് കുറയുന്ന സമയത്താണ് നമുക്ക് ബയോകെമിക്സ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പൊ എവിടെയാണ് ബയോകെമിക്സ് കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് ഈ ശരീരത്തിന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അതിന് ഒരു ചെടിക്ക് അതിന്റെ വേരുകൾക്ക് ചുറ്റുമുള്ള വെള്ളം ഇല്ല, പ്രദേശത്തൊന്നും വെള്ളമില്ല, അല്ലെങ്കിൽ അതിന് വെള്ളത്തിന് അതിന് വലിച്ചെടുക്കാനുള്ള ശേഷിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ അനീമിയ, ഇങ്ങനെ ഒരു പത്തോളജി കൊണ്ട് അനീമിയ വന്ന് ഇരിക്കുന്ന പേഷ്യൻസിനകത്ത് നമ്മൾ ഒരുപക്ഷെ ഫെറഫോസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഈ ഘട്ടത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ഒരാൾ മെലിഞ്ഞിരിക്കുന്നു, നമ്മൾക്കിപ്പോ പിന്നെ കാലിഫോസ് കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു സ്കിൻ ഡിസീസ് വന്ന് സ്കിന്നിന് ടോട്ടൽ ഡാമേജ് വന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ ശരീരത്തിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് വേണം, അപ്പൊ നമ്മൾ കാലിമൂറ് കൊടുക്കുന്നു. ഈ ബയോകെമിക്സ് കൊടുക്കുമ്പോഴും ടിഞ്ചേഴ്സ് കൊടുക്കുമ്പോഴും സാധാരണ ഹോമിയോപ്പതിയിൽ നമ്മൾ ബോഡി വെയിറ്റ് അനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യാറില്ലല്ലോ. ബോഡി വെയിറ്റ് ശരിക്കും അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. ആനയ്ക്കും നമുക്കും ഒരേ മരുന്ന് മതിയോ, ഒരു ഡോസ് മതിയാകുമോ? കാരണം മെറ്റീരിയൽ ക്വാണ്ടിറ്റി, ഫിസിയോളജിക്കൽ ക്വാണ്ടിറ്റി ആണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ബയോകെമിക്സിനെ കുറിച്ചും ടിഞ്ചേഴ്സിനെ കുറിച്ചും പറയുന്ന നമ്മൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? പിന്നെ ഇപ്പൊ ചില കേസിനകത്ത് നമുക്ക് ഇപ്പോ ലീസ്റ്റ് ഡോസ്, ഇപ്പൊ സേട്ട് സാറൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഡയബറ്റീസ് ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രബോൾഫിയ ഈ 15-20 തുള്ളിയൊന്നും കൊടുക്കണ്ട, 2 തുള്ളി 3 തുള്ളിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആക്ഷൻ കിട്ടും എന്ന് പറയുന്നത്. അവിടെ ആക്ഷൻ കിട്ടുന്നത് ദറ്റ് ഈസ് നോട്ട് ദ ഫിസിയോളജിക്കൽ ആക്ഷൻ, ദാറ്റ്സ് ആക്ച്വൽ ഹോമിയോപ്പതിക് ആക്ഷൻ ആണ്. ഫിസിയോളജിക്കൽ ആക്ഷൻ കിട്ടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ മെഷർ ദ ബോഡി വെയിറ്റ് ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബോഡി വെയിറ്റ് യു ക്യാൻ പ്രിസ്ക്രൈബ്. ഞാൻ ഒരു 80-90 വയസ്സ് അല്ല കിലോ വെയിറ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ബയോകെമിക്സ് ഞാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു 3-4 ബയോകെമിക് 3 times ഡെയിലി ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതാണ് കൂടുതൽ റിസൾട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. യു ക്യാൻ ഓൾസോ മേക്ക് യുവർ ഓൺ ഡിസിഷൻസ് ആൻഡ് യു ക്യാൻ യൂസ് ഓൾസോ. അപ്പം ഇങ്ങനെയുള്ള ഓർഗൻ പത്തോളജി വരുമ്പോൾ നമുക്ക് സാർക്കോഡ്സും ഈ ബയോകെമിക്സും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞാൽ ഓർഗനോപ്പതിക് ഓർഗന്റെ മുകളിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻസും ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള ചില മെഡിസിൻസും നമുക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ ലിവറിനെ ബാധിക്കുന്ന നമുക്ക് ലൈക്കോപ്പൊഡിൻ, ചെൽഡോണിയം പോലുള്ള സാധനത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ കിഡ്നീനെ നമ്മൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ ലൈക്കോപ്പൊഡിൻ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ ബെർബറിസ് വൾഗാരിസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ എന്ന് വെച്ചാൽ ഓൺലി ബിക്കോസ് ഓഫ് അഫെക്ഷൻ ഓൺ ദാറ്റ് ഓർഗൻ ആൻഡ് ദാറ്റ് ഓൺ സ്പെസിഫിക് സൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലങ്സിന് നമുക്ക് ഒരു ലങ് ടോണിക് ആയിട്ട്, അങ്ങനെ കുറെ ടോണിക്സ് ഹോമിയോപ്പതിയിൽ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ ലങ് ടോണിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആസ്പെഡോസ്പെർമേക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പത്തോളജിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ വരുന്ന പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ആൻ അക്യൂട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ടു വറി. വി ക്യാൻ തിങ്ക് അബൌട്ട് വാട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിക്കേഷൻ ഓഫ് ദാറ്റ് മെഡിസിൻ, ഏതാണോ അതിന്റെ അക്യൂട്ട് മെഡിസിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കരി കാർബാണെങ്കിൽ നമുക്ക് ബെലഡോണോ മതിയോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്. ഇപ്പോ നാട്രമൂർ പേഷ്യന്റ്, നാട്രമൂറിന്റെ അപ്പിയറൻസ് ഉള്ള പേഷ്യന്റ്, അല്ലെങ്കിൽ സെപ്പിയൻ അപ്പിയറൻസ് ഉള്ള പേഷ്യന്റ്, നാട്രമൂർ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഹെഡ് ഏക്ക് വന്നു കഴിഞ്ഞാൽ നാട്രമൂറിന്റെ പിന്നെ അക്യൂട്ട് റെമഡി വിത്ത് ഹെഡ് ഏക്ക് ഉള്ളത് ബ്രയോണിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സെപ്പിയ വന്നു, സെപ്പിയന്റെ സ്കിൻ ഡിസീസ് ഉള്ള പേഷ്യന്റ് നമുക്ക് വന്നു സെപ്പിയന്റെ ഇപ്പൊ ഇച്ചിങ് ഉണ്ട്, അപ്പൊ നമ്മൾ സെപ്പിയ കൊടുത്തു കഴിഞ്ഞാൽ വയലന്റ് ആയിട്ട് നല്ല ഇച്ചിങ് ഉണ്ടാവും നമുക്ക്. അല്ലെങ്കിൽ പിന്നെ ടീനിയ വേഴ്സി കളർ വരുന്നു. സെപ്പിയൻ നാട്രമൂർ അടുത്തടുത്ത ബന്ധുക്കാരാണ്, ഒന്ന് കടലിൽ കിടക്കുന്നതാണല്ലോ സെപ്പിയ. അപ്പൊ ഇവര് തമ്മിൽ അടുത്തടുത്ത ബന്ധം ഉള്ളതുകൊണ്ട് സെപ്പിയൻ നാട്രമൂർ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടത്തി അനിത്യനും പോലെ പരസ്പരം മാറി മാറി കെട്ടിക്കാവുന്ന സാധനങ്ങളാണ്. ഇവരെ രണ്ടുപേരും പരസ്പരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഹെൽത്തി കാൽക്കരി കാർബനെ കുറിച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഈ ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര വലിയ തടിയന്മാരായാലും അവർക്ക് ആ തടി ഒരു പ്രശ്നമായിരിക്കില്ല. അവർക്ക് അതുകൊണ്ട് എന്ത് അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റും. ഇപ്പോ ജാക്കി ചാന്റെ സിനിമ കാണുന്ന ആൾക്കാർ ഉണ്ടാകുമായിരിക്കും. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ജാക്കി ചാന്റെ ഒക്കെ വലിയ ഫാനായിരുന്നു. അപ്പൊ ജാക്കി ചാന്റെ സിനിമയില്, ജാക്കി ചാനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ജാക്കി ചാനേക്കാൾ ഒരു 4 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി വണ്ണമുള്ള ഒരു സാമോഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോങ്കോങ് ഒരു ആക്ടർ ഉണ്ട്, ഇദ്ദേഹത്തിന്റെ കൂടെ സിനിമയിലുണ്ട്. ഈ ജാക്കി ചാൻ കാണിക്കുന്ന എല്ലാ അഭ്യാസവും ഈ 100-110 കിലോ ഉള്ള ഈ ചെങ്ങായും കാണിക്കും. ഹിസ് ഹെൽത്തി. അല്ലാണ്ട് അയാളുടെ ഒബിസിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ കാൽക്കരിക്കാർ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫൈറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടരുത്. അയാൾ അതുകൊണ്ട് എല്ലാ കസർത്തുകളും കാണിക്കും. ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഹെൽത്തി. അപ്പൊ അത് ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആ ഹെൽത്തി കോൺസ്റ്റിറ്റ്യൂഷൻ അത് അയാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ
രോഗമായിട്ട് ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ ഓർഗന്റെ അവസാനമായത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഓർഗൻ നശിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി റിപ്ലേസ്ഡ്. ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ വേറൊരു ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നില്ല എങ്കിൽ ആ രോഗിയുടെ അവസാന ഘട്ടത്തിന് തൊട്ട് മുമ്പുള്ള 5-ാം ഘട്ടമാണ് 6-ാം ഘട്ടം ആൾ തട്ടിപ്പോവാന്നുള്ളതാണ്. അപ്പൊ ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഭൂരിഭാഗം രോഗികളും മരിക്കുന്നത് ഒരു സിംഗിൾ ഓർഗൻ ഡാമേജ് കൊണ്ടല്ലേ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ മറ്റുള്ള ഓർഗൻസ് അതർവൈസ് ഹെൽത്തിയാണ്. അപ്പൊ ആ ഒരു ഓർഗനെ മാറ്റി, അതുകൊണ്ടാണ് അവര് ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് വേറെ പിന്നെ ശരീര അവയവങ്ങളെല്ലാം നോക്കി ആ ശരീര അവയവങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ല. അപ്പൊ പിന്നെ അയാൾക്ക് ആ കിഡ്നി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, അല്ലെ ലിവർ അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, കാരണം അയാളുടെ പാരമ്പര്യമായിട്ടോ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അയാളുടെ ആ ഒരു ഓർഗന് മാത്രമായിരിക്കും അയാൾക്ക് പെട്ടെന്ന് അഫെക്ഷൻസ് രോഗം പിടിപെടുന്നത്. അപ്പൊ ആ ഒരു ഓർഗൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെടും. മറ്റെല്ലാ അവയവങ്ങളും ഹെൽത്തി ആയിരിക്കും. അപ്പൊ അതിനകത്ത് മറ്റെല്ലാ അവയവങ്ങളും വേണമെങ്കിൽ ദാനം ചെയ്യുകയും ചെയ്യാം. ഈ ഒറ്റ ഓർഗനം കൊണ്ട് ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക, മറ്റെല്ലാ അവയവങ്ങളും ദാനം ചെയ്യാം. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒറ്റ ഓർഗന്റെ അസുഖത്തിന് നമ്മൾ അലോപ്പതി ചികിത്സ ചെയ്ത് എല്ലാ അവയവവും എല്ലാ ആന്തര അവയവങ്ങളും നശിപ്പിച്ചിട്ടുണ്ടാവും, ഉപയോഗിക്കാൻ കിട്ടാത്ത പരുവത്തിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, എല്ലാ ഓർഗൻസും നാഷണൽ വേസ്റ്റ് ആയിട്ട് നശിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താ, ഹാർട്ട് പോയവന്റെ ഹാർട്ടേ പോയിട്ടുള്ളൂ, അവന്റെ ബാക്കിയുള്ള അവന്റെ കിഡ്നി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെ ലിവർ എടുത്തിട്ട് മാറ്റി വയ്ക്കാം, അല്ലെ ലിവർ പോയവന്റെ ബാക്കിയുള്ള അവയവങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കാം. ഇന്നത്തെ കാലത്ത് ഒരു ഓർഗന് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അലോപ്പതി മരുന്നുകൾ കൊടുത്ത് എല്ലാ അവയവവും കൂടി നാശമായിട്ടുണ്ട്. എന്നിട്ട് രസം എന്താ വെച്ചാല് ആൾക്കാർ മരിക്കുന്നത് അവന്റെ ആക്ച്വൽ രോഗം കൊണ്ടല്ല എന്നുള്ളതാണ്. ഇപ്പൊ കിഡ്നി അസുഖമായിട്ട് വന്നവൻ ഒരിക്കലും കിഡ്നിന്റെ അസുഖം കൊണ്ടായിരിക്കില്ല മരിക്കുന്നത്, അവർ കഴിച്ച മരുന്നിന്റെ എഫക്ട് ഉണ്ട്. കിഡ്നിയൊക്കെ അതുപോലെ എങ്ങനെയൊക്കെ പണി ചെയ്ത് പോകുന്നുണ്ടോ, മരുന്നിന്റെ സൈഡ് എഫക്റ്റോട് വേറൊരു ഓർഗൻ ഡാമേജ് ആയി ആൾ മരിക്കുകയാണ് ചെയ്യുന്നത്. പല കേസിനകത്തും നമ്മൾ അങ്ങനെ കാണുന്നത് അല്ലെ. ശ്വാസകോശനാഥ കേസിനകത്തും ഒരു ശ്വാസകോശ രോഗം വന്നാൽ ആക്ച്വലി ആ രോഗം കൊണ്ടല്ല മിക്കവാറും മരിക്കുന്നത്, അവർ കഴിച്ച മരുന്നിന്റെ സൈഡ് എഫക്ട് കൊണ്ടായിരിക്കും പലപ്പോഴും പിന്നെ ഈ രോഗത്തിൽ അവസാനിക്കുന്നതാണ്, അല്ല അവരുടെ മരണത്തിൽ എത്തിച്ചേരുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാം. ഈ നേരത്തെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിനകത്ത് മേഡം മയാസത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ മയാസിനകത്ത് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സോറയിൽ തുടങ്ങി സൈക്കോസിസ് സിഫിലിസിലോട്ട് പിന്നെ അത് പ്രോളിഫറേഷൻ വന്ന് സൈക്കോസിസ് എത്തി സിഫിലിസ് എന്ന് പറയുന്ന വിനാശഘട്ടത്തിലോട്ട് രോഗം എത്തുന്നത്. ശരിക്കും അങ്ങനെയാണ് ക്രോണിക് ഡിസീസിന്റെ കോസ്. തുടക്കം ഇതുപോലെ ഒരു കോസ് മിക്കവാറും ഒരു സോറി കോസ് എന്ന് തുടങ്ങുന്നു, എന്നിട്ട് അത് ഗ്രോ ചെയ്ത് പിന്നെ സിഫിലിറ്റി മയാസിലെത്തി എൻഡ് ചെയ്യുന്നതാണ്. ഈ സോറയ്ക്കകത്ത് ഹനുമാൻ നേരത്തെ തൊട്ടുമുമ്പിൽ ക്ലാസ്സിൽ മാഡം പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. സോറ ഇച്ച് എന്ന് പറയുന്നത് ഇച്ച് ഒരു ഓർഗാനിസം ആണോ അല്ലെങ്കിൽ എന്തോ ആണ് എന്നൊരു ഹനുമാൻ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് മയാസ്മ എന്നുള്ള രീതിയിൽ കണക്കാക്കിയിരുന്നു വിചാരിക്കാം. അപ്പൊ ഏറ്റവും മൈക്രോ ആയിരുന്ന ഒരു സാധനത്തിൽ നിന്നാണ് പിന്നെ മറ്റുള്ള ജീവാണുക്കൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാം. ഇപ്പോ ആദ്യം നമുക്ക് മിക്കവാറും ഒരു വൈറസ് ഡിസീസ്, ഇനി വൈറസിനേക്കാൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, അവയും രോഗം ഉണ്ടാക്കുന്നുണ്ട്. അത് വൈറസിനേക്കാൾ മുമ്പുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അതായിരിക്കാം. അത് കഴിഞ്ഞ് വൈറസ് വരുന്നു. ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയ വരുന്നു, ഇല്ലേ, കുറച്ചുകൂടി വലുതാണ്. വൈറസിനെ നമുക്ക് ഈസി ആയിട്ട് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റില്ല, ബാക്ടീരിയനെ നമുക്ക് കാണാൻ പറ്റുന്നു. ഈ ബാക്ടീരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഏകകോശ ജീവികൾ വരുന്നു, പ്ലസ്മോഡിയോ അല്ലെങ്കിൽ പിന്നെ അതിൽ വലിയ ജീവികൾ വരുന്നു. ഇനി അതും കഴിഞ്ഞ് അതിന്റെ അടുത്ത ഘട്ടത്തിലാണ് അതിലും വലിയ ഫ്ലൂക്സ് പോലുള്ള സാധനങ്ങളോ വിരകളോ പുഴുക്കളോ അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഈ ചെറിയ ജീവികൾ വന്ന് ആ ചെറിയ ജീവികൾക്ക് തിന്നാവുന്ന എല്ലാം തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനം വലിയ ജീവികൾക്കായിട്ട് ബാക്കി വെക്കുന്നു. ആ വലിയ ജീവികൾ തിന്നതിന് ശേഷമാണ് അടുത്ത ജീവികൾ വരുന്നത്. ബാക്ടീരിയം കഴിഞ്ഞിട്ടാണ് അടുത്തപ്പോൾ പുഴു വരുന്നത് ഘട്ടത്തിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് എപ്പോഴും നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ വിസർജ്യമോ വേറൊരു ജീവിയുടെ വിസർജ്യം അല്ല ഭക്ഷണമാണ് എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതിന്റെ ആ ഒരു ഫുഡ് സൈക്കിളിനകത്തൊക്കെ വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ രോഗാണുക്കൾ ഉണ്ടാവുക. രോഗാണുക്കൾ നമ്മളെ ബാധിക്കുന്ന, നമ്മളെ തകരാറ് വന്ന അവയവത്തില് രോഗം ബാധിക്കുന്നത് ഇങ്ങനെയാണ്. ഈ രോഗം ബാധിക്കാതെ അതിന് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് കയറാതെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വൈറ്റാലിറ്റിന്റെ ജോലി. ഇപ്പോ നമ്മുടെ വൈറ്റാലിറ്റി ഇല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് വെള്ളം പുറമേ നിന്നുള്ള വെള്ളം ഉള്ളിലോട്ട് കയറും. ഇപ്പൊ ഉദാഹരണം, നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് ഒരാളെ ചത്തിട്ട് ഇയാളെ വെള്ളത്തിൽ ഇട്ടുന്നതായിരിക്കാം. പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അതിനോട് ശരീരം മുഴുവൻ തടിച്ച് വീർത്ത് വീർത്ത് പൊങ്ങി വരും. ആ ശരീരം മുഴുവൻ വെള്ളം കുടിച്ച് വീർക്കും. അതിന്റെ ഉള്ളിലോട്ട് സെൽസിന് ഉള്ളിലോട്ട് വെള്ളം കയറും. കുടിച്ച വെള്ളമല്ല, സെല്ലിന്റെ ഉള്ളിലോട്ട് വെള്ളം കയറും. പക്ഷെ ഇവിടെ കക്ക പറിക്കുന്നവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിലല്ലേ, അവരുടെ ദേഹത്തോട്ട് എന്തുകൊണ്ട് കയറുന്നില്ല? ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെയാണ് ഇവരുടെ മേത്തും കയറണ്ടല്ലേ. അപ്പൊ അതാണ് ജീവശക്തി അതിനെ ഇങ്ങോട്ട് അകത്ത് കയറാണ്ട് നിരന്തരം ഒരു ഫിസിക്കലായ മാറ്ററായ വെള്ളത്തെ പോലും പുറത്തു തള്ളാനുള്ള ശേഷിയുള്ളതാണ്.
അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം എപ്പോഴും നിരന്തരമായിട്ട് നമ്മുടെ ഇൻട്രൂഡേഴ്സിനെ നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ ഇൻട്രൂഡേഴ്സിനെ എതിർക്കാൻ പറ്റുന്ന ഒരു ശേഷി, നമ്മുടെ വൈറ്റാലിറ്റി നമുക്ക് കുറയുന്നോ ആ സമയത്താണ് നമ്മൾ ശരിക്കും രോഗബാധിതരാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിവെൻഷൻ, ഹോമിയോപ്പതി പ്രിവെൻഷൻ നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ആക്കി വയ്ക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ഹോമിയോപ്പതി മെഡിസിനെ കുറിച്ച് നമുക്ക് പറയുന്നത്, ഞാൻ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വരുമ്പോൾ, ഇഫ് എനി സിസ്റ്റം ക്യാൻ ക്യൂർ എ കണ്ടീഷൻ ദെൻ ഹോമിയോപ്പതി ഓൾസോ ക്യാൻ. അതിന് രോഗത്തിന് ഒരു ശമനം ഉണ്ട് എങ്കിൽ ഹോമിയോപ്പതിക്കും മെഡിസിൻ കൊണ്ട് നിങ്ങൾക്ക് പറ്റും. ഇനി പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിസിൻ സെലക്ഷനിൽ തെറ്റോ എന്തെങ്കിലും കാരണമായിരിക്കാം. കാരണം ഞാൻ ചികിത്സിച്ചിട്ട് രോഗം മാറിയില്ല, ഇനി അതുകൊണ്ട് ഹോമിയോപ്പതി നോക്കണ്ട കേട്ടോ. മനോ ഡോക്ടർ ചികിത്സിച്ചിട്ട് ഇനി മാറുന്നില്ലെങ്കിൽ ഇതോടുകൂടി ഹോമിയോപ്പതി തീർന്നു, ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലോട്ട് പോകണം, പോയിക്കോളൂ എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഓരോ ഘട്ടത്തിലും ഓരോ മരുന്നുകളായിരിക്കും പലപ്പോഴും ഉപകാരപ്പെടുക. ഇപ്പൊ നിങ്ങൾ ബേസ് ചെയ്ത് കോസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഈ രോഗത്തെ ചികിത്സിക്കുകയാണെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഭാഗ്യത്തിന് ഈ കൃത്യമായ കോസ് കിട്ടി. അപ്പൊ മയാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്, മയാസത്തിനകത്ത് നമ്മുടെ കോസ് അല്ല, നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ കോസ് വരെ ഫാമിലി ഹിസ്റ്ററി നല്ലോണം സെർച്ച് ചെയ്യുമ്പോഴാണ് ഇവൻ സോറി ആണോ സൈക്കോസിസ് ആണോ സിഫിലിറ്റിക് ആണോ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റെയിൻ എന്ന് പറയുന്ന രീതിയിൽ എന്താണ് ഇവന്റെ ദേഹത്തുള്ള അല്ല ഉള്ളിലുള്ള കറ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഫാമിലി ഹിസ്റ്ററിനെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പൊ അത് ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ആക്ച്വലി ദാറ്റ്സ് എ കോസ്, ഈവൻ ദോ ഇറ്റ് ഈസ് എ മെയിൻറ്റൈനിങ് കോസ്. ആ ഒരു കോസ് കിട്ടുന്നതോടുകൂടി ആ രോഗങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വലിയ വലിയ സെമിനാറിനൊക്കെ പോകുമ്പോൾ മാജിക്കൽ ക്യൂവേഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന മുഴുവൻ നിങ്ങൾ നോക്കിയാൽ മതി, അവരൊന്നും സിംറ്റത്തെ ബേസ് ചെയ്തിട്ടല്ല. എനിക്കറിയാവുന്ന ഒരു 80-90% ആൾക്കാരും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരു കോസ് അവർക്ക് കണ്ടുപിടിക്കാനുള്ള യോഗം ഉണ്ടായി, അവർ ആ കോസിനെ ബേസ് ചെയ്തിട്ട് മെഡിസിൻ കൊടുത്തു എന്നുള്ളതാണ്. ഒരു വൻ മരത്തെ നമ്മൾ പിഴുതു മാറ്റണമെങ്കിൽ നമുക്ക് ആ കാരണം അറിഞ്ഞിട്ടുള്ള മരുന്ന് എന്നുള്ള ഒരു JCB ഉണ്ടെങ്കിൽ ഒരു വൻ മരത്തെ നമുക്ക് അങ്ങ് പിഴുതു മാറ്റാം. ഈ കാരണം എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു വിത്തിൽ നിന്ന് മുളച്ചതാണ് ഈ രോഗം എന്നുള്ളത്. ആ വിത്ത് അതിന്റെ സ്റ്റെം ഉണ്ടായി, അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടായി, അതിന്റെ പൂക്കളോ ഇലകളോ കായ്ക്കളോ ഒക്കെ ഉണ്ടായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സിംറ്റംസിനാണ് നമുക്ക്, അതാണ് പേഷ്യൻസിന് ഡിസ്ട്രെസ്സിങ് ആയിട്ട് ഉണ്ടാവുക, അതിന്റെ സിംറ്റംസിനെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പൊ ആ സിംറ്റംസ് ഓരോ ചെടിക്കും വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞാൽ ഓരോ ചെടിയുടെയും ബ്രാഞ്ചസ് വ്യത്യാസമായിരിക്കുന്നത് പോലെ, ഓരോ ചെടിയിലെയും പൂക്കളും ഇലകളും കായ്ക്കളും വ്യത്യാസമായിരിക്കുന്ന പോലെ ഓരോന്നും കാണിക്കുന്ന സിംറ്റംസ് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്രാഞ്ചസ് എല്ലാം നമുക്ക് ഇൻഡിക്കേറ്റഡ് സിംറ്റം ഇൻഡിക്കേറ്റഡ് മെഡിസിൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. ആ സിംറ്റം ഇൻഡിക്കേറ്റഡ് മെഡിസിൻ പിന്നെ ഒരു തായ്തടിയെ നിൽക്കുക, ഒരു മരത്തിന്റെ ഒരു ശാഖകളും ഇല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ഒരു മരമാണ് ഏത് മരമാണെന്ന് തിരിച്ചറിയാൻ അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കേ പറ്റുള്ളൂ. അത് ഹോമിയോപ്പതിയിൽ അല്ലെങ്കിൽ ഹോമിയോപ്പതി എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ ഇവൻ ഏതാ മെഡിസിൻ എന്ന് മനസ്സിലാവും. അല്ലാത്തവരെ സംബന്ധിച്ചോളം ഇലയോ പൂവോ കായോ ഒന്നും ഇല്ലാത്തൊരു മരം കണ്ടു കഴിഞ്ഞാൽ ഏത് മരമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അടുത്ത ഘട്ടത്തിൽ എന്താണ്, ഈ സ്റ്റെമ്മാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അടുത്ത മെഡിസിൻ കൊടുത്തിട്ട് നമ്മൾ സ്റ്റെം കട്ട് ചെയ്യുന്നു. സ്റ്റെം കട്ട് ചെയ്താലും അടുത്ത മുള വരും, അനുകൂല സാഹചര്യം വരുമ്പോൾ അടുത്ത മുള വരും എന്നറിയാം. അപ്പോഴാണ് നമ്മൾ വേര് പറിക്കാവുന്ന മൂന്നാമത്തെ ഘട്ടത്തിലുള്ള മരുന്ന് എടുത്തിട്ട് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോഴും കൃത്യമായിട്ട് ഇത് നമുക്ക് ഈ മരത്തിനെ മുറിക്കാൻ പറ്റില്ലേ, നീക്കം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഏതാണ് സേഫ് എന്ന് ചോദിച്ചാൽ നല്ലോണം അറിയാവുന്നവനാണെങ്കിൽ JCB കൊണ്ട് ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോരും. നമ്മുടെ അടുത്ത് ഈ സാധനങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വലിക്കാനോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അറിയാവുന്ന പണി ആദ്യം ശിഖരങ്ങളെല്ലാം കൊട്ടി, ഒരു കുഴപ്പമില്ല, അടുത്തുള്ള വീട്ടിൽ നിന്നും തകരാറ് പറ്റാതെ ശിഖരങ്ങളെല്ലാം കുത്തി, അതോടുകൂടി അവർക്കൊരു ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിന്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വേരടക്കം നമ്മൾ പറിച്ചു മാറ്റുന്നു. അതോടുകൂടി ആ രോഗത്തിന്റെ കണ്ടീഷൻസ് അങ്ങോട്ട് പിന്നെ നമുക്ക് ഉന്മൂലനാശം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഉന്മൂലം എന്ന് പറഞ്ഞാൽ വേര് നടത്തും, ഉന്മൂലനാശം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അർത്ഥം തന്നെയായിരിക്കും. അപ്പൊ പല ഡോക്ടർമാർക്കും ഈ ക്ലാസിക്കൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അയ്യോ ഞാൻ ഒരു മെഡിസിൻ അല്ല 5-6 മെഡിസിൻ കൊടുത്തല്ലോ എന്നുള്ള കുറ്റബോധമൊന്നും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് ക്ലാസിക്കൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ അറിയാവുന്ന, എനിക്ക് നല്ല കോൺഫിഡൻസ്. ടിപ്പിക്കൽ കോഴ്സ് കൃത്യമായ ഒരാളെയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഡോസ് മൈക്രോ മൈന്യൂട്ട് ഡോസ് കൊടുത്തിട്ട് മാജിക്കൽ ക്യൂഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മൾട്ടിപ്പിൾ മെഡിസിൻസും കൊടുക്കാറുണ്ട്. മൾട്ടിപ്പിൾ മെഡിസിൻ കൊടുത്തതിന്റെ പേരിൽ എനിക്ക് ഒരു കുറ്റബോധം തോന്നാത്തതിന്റെ കാര്യം, ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇന്ന ലോജിക്, ഞാനിപ്പോൾ പറഞ്ഞ ഒരു ലോജിക് അനുസരിച്ചാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഹോമിയോപ്പതിയിൽ ആകെ 3500ഓളം മെഡിസിൻസേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ബോറിക്ക് പരിഭാഷ ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 3500 മെഡിസിൻസേ ഉള്ളൂ, ഇത്ര മെഡിസിൻസ് ഉള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. 3500-3800 മെഡിസിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതില് നമ്മുടെ കണക്കൂട്ടാൻ എളുപ്പത്തിന് ഒരു 80 പോളിക്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 80 പോളിക്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അറിയാം, 80 പോളിക്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ലോകത്തിലെ ജനസംഖ്യ 800 കോടിയാണ്. 800 കോടി ഡിവൈഡ് ബൈ 80 ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പോ ഒരു മനുഷ്യന് ഒരു മെഡിസിൻ കൊണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊണ്ട് നിങ്ങൾ 10 കോടി ആൾക്കാരെ ചികിത്സിക്കും. പിന്നെ എന്തോന്ന് ഇൻഡിവിജ്വാലിറ്റി എന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒരു ചുക്കുമില്ല. ഒരു മെഡിസിൻ കൊണ്ട് 10 കോടി ആൾക്കാരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിട്ട് ഒരു മരുന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി വെച്ചാൽ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ഇൻഡിവിജ്വാലിറ്റിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഇതാ മെഡിസിൻ, ആ മെഡിസിൻ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? പല ഡോക്ടർമാർ ഒറ്റ ഡോസ് കൊടുത്തിട്ട് ഞാൻ 3 മാസം വെയിറ്റ് ചെയ്യാന്ന് പറയും. അപ്പം നിങ്ങളുടെ മെഡിസിൻ തെറ്റാണെങ്കിൽ 3 മാസം പേഷ്യന്റ് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സഫർ ചെയ്യണ്ടേ? അപ്പൊ എന്റെ അഭിപ്രായത്തില് നിങ്ങൾ അത്ര വലിയ പരീക്ഷണമാണ്, നിങ്ങൾക്ക് അത്ര ഡാം ഷുവർ ആണെങ്കിൽ ഓക്കെ, ശരിക്കും നമ്മുടെ ബുദ്ധിയോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്, അതൊക്കെ ശരി തന്നെ, നിങ്ങൾക്ക് അത്ര ഉറപ്പാണ് കൊടുക്കുക. അതല്ല ആകെ കുറച്ച് മെഡിസിനെ അറിയാവൂ എന്ന സ്വയം ബോധമുള്ളൂ. ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരുന്നുകൾ രോഗം മാറാത്തതിന് കാരണം, ഇപ്പൊ തൊട്ട് മുമ്പ് ക്ലാസ് എടുത്ത മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, രോഗം മാറാത്തതിന് ഒരുപക്ഷെ കാരണം അതിനത്രയുള്ള മരുന്നുകൾ ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഹനുമാൻ കണ്ടുപിടിച്ച അത്രയും കുറച്ച് മരുന്നുകളുള്ളൂ. അത്രയും മരുന്നുകൾ ഈ ലോകത്ത് ഇല്ലാത്തതുകൊണ്ടാണോ എനിക്ക് ലോകത്തുള്ള എല്ലാ രോഗങ്ങളും മാറാൻ പറ്റാത്തത് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടാണ് ബാക്കിയുള്ള മരുന്നുകൾ. എന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങൾ ചിലപ്പോൾ മരുന്നുകളാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഉള്ള അറിവുകൾ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ എല്ലാവരും ഹോമിയോപ്പതി ഡോക്ടർമാർ, നിങ്ങൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണോ ഉപയോഗിക്കുന്നത്? ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ ചെയ്യുന്നതും എല്ലാം ഹോമിയോപ്പതി തന്നെയാണ്. അല്ലാണ്ട് ഞാൻ സിംഗിൾ മെഡിസിൻ മാത്രം കൊടുത്തു എന്നൊന്നും വിചാരിക്കേണ്ട. നേരത്തെ പറഞ്ഞാൽ എല്ലാം കൂടി കലക്കി കൊടുക്കണ്ട എന്ന് മാത്രമുള്ള, അവരെ പഠിക്കേണ്ട കാര്യമില്ല, എല്ലാ മെഡിസിനോട് ഒരു കുപ്പി ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെസ് കളിയിൽ വിജയിക്കുന്ന ഒരു സന്തോഷത്തോടു കൂടി ഓരോ കേസ്, ഹോമിയോപ്പതി കേസ് അങ്ങനെയാണ് പറയാൻ പറ്റുക, നമുക്ക് ഓരോ കേസും വിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. ആ സന്തോഷം തോന്നുന്നത് നേരത്തെ അതിന്റെ അധ്വാനമാണ്. നേരത്തെ പറഞ്ഞാൽ ഇവരുടെ കേസ് ഹിസ്റ്ററി മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനോടൊന്ന് ചുഴിഞ്ഞെടുത്ത് കണ്ടുപിടിച്ചിട്ട് മരിച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഇല്ലാതെങ്കിൽ നിങ്ങൾ കാർഡടച്ചിട്ട് 5-6 മെഡിസിൻസ് വെറുതെ കൊടുക്കാന്ന് വിചാരിക്കാം. അങ്ങനെ മെഡിസിൻ കൊടുക്കുന്നതിൽ ഒരു തൃപ്തിയില്ല, വെറുതെ കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. അലോപ്പതിക്കാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അവർക്ക് റിസൾട്ട് കിട്ടുന്നു. ഏത് പനി വന്നാലും അവർ പാർസ്റ്റോൺ കൊടുക്കുന്നുണ്ട്, അവർക്കൊരു കുറ്റബോധമില്ല. നമുക്ക് അയ്യോ ഒന്നും ബെല്ലോണ കൊടുത്തതല്ല, ബ്രയോണി ആയിരുന്നല്ലോ, അത് സിംഗിൾ ഡോസ് അല്ല 2 ഡോസ് കൊടുത്തു പോയല്ലോ എന്നുള്ള ഓർത്തിട്ട് സങ്കടം അടിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഓർത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ ഒരു ഡിസീസിന് കോഴ്സ് കൃത്യമായിട്ട് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ ആ ബേസ്ഡ് ഓൺ ഏത് സ്റ്റേജിൽ രോഗമെത്തി, നേരത്തെ ലെവൽസ് ഓഫ് സപ്രഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഏത് ലെവലിൽ രോഗം എത്തി, അപ്പൊ അവിടെ വെച്ചിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. എപ്പോൾ റിവേഴ്സ് ഓർഡറിൽ പേഷ്യന്റ് അങ്ങോട്ട് പൊക്കോളും. ഈ ഓർഗൻ പത്തോളജി ഇപ്പൊ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു, ആ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനുള്ള മെഡിസിൻസ് അടക്കം നമ്മൾ തുടങ്ങിയേ ഓർഗൻ പത്തോളജിയിലോട്ട് വരുന്നു. ആ ഓർഗന്റെ മെഡിസിൻസ് അവിടെ ഓർഗൻ ക്യൂർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഷുഗർ മാറുന്നു, ഷുഗർ മാറുമ്പോൾ ബാക്കിയുള്ള സിംറ്റംസ് മാറുന്നു അല്ലെ. ഇപ്പൊ ഒരാള് ആദ്യം വരുന്ന എന്താണ്, ഒരാൾക്ക് പിന്നെ ഇൻഡസ്ട്രി ടേസ്റ്റും ഭയങ്കര ദാഹവും പിന്നെ വിശപ്പും ഒക്കെ ആയിട്ട് വരുന്നു. അപ്പോഴൊന്നും പാൻക്രിയാസിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, അത് സിംറ്റംസ് മാത്രമാണ്. അതിനകത്ത് പ്രിഫർ ഫോർ കോൾഡ് വാട്ടർ ഓർ വാം വാട്ടർ, രണ്ടായാലും ഡയബറ്റീസ് ആണെന്ന് നമുക്കറിയാലോ. പ്രിഫർ ഫോർ കോൾഡ് വാട്ടർ ഒരു വാം വാട്ടർ എന്നുള്ള ഡിപ്പെൻഡിങ് എപ്പോഴും ഇൻഡിവിജ്വാലിറ്റി ആണ്. അപ്പൊ നമ്മൾ ആ വെള്ളമൊക്കെ കുടിച്ച് അത് കഴിയുമ്പോഴാണെങ്കിൽ ഇവിടെ പത്തോളജിയിലോട്ട് ഡെവലപ്പ് ചെയ്യും, ഓർഗനിലോട്ട് ബാധിക്കാൻ തുടങ്ങുന്നത്. മാറാതെ നിൽക്കുന്നു, ഓർഗനിലോട്ട് ബാധിക്കുന്നു, ഓർഗനിലും ബാധിച്ച് ഇൻസുലിൻ ലെവൽ എത്തുമ്പോഴാണ് ഓർഗൻ പത്തോളജി ആവുന്ന, ആൾ മെലിയുന്നു. അപ്പൊ നമ്മൾക്ക് ഇതുപോലെ തിരിച്ച് വന്ന് ഇവർക്ക് വിശപ്പ് ദാഹവും മറ്റുള്ള കണ്ടീഷനാക്കി ആ ദാഹത്തിന്റെ സിംറ്റം കൂടി മാറുമ്പോൾ ഇവർക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾ സിംറ്റത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ മെഡിസിൻ കൊടുക്കും. കാരണം സിമിലോസ് പിന്നെ എന്നുള്ള ആ പ്രിൻസിപ്പിളാണ് പ്രകൃതിയുടെ നിയമം. ബാക്കിയുള്ളതല്ല, ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ അല്ല, ഹനുമാൻ കണ്ടുപിടിച്ചാണ്. ഹനുമാനെ പോലെ ബുദ്ധിയും തലച്ചോറും ഉള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ സിമിലേന്റെ മുകളിൽ കയറിയിട്ട് കളിക്കരുത്, കാരണം അത് പ്രകൃതിയുടെ നിയമമാണ്. അത് ഹനുമാൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, അവിടെയുള്ള സാധനം ഹനുമാൻ എടുത്ത് അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഓൾ ട്രൂത്ത് സ്ലൈറ്റ്ലി കവേർഡ് അവർ നോട്ട് വെരി ഡീപ്പ് എന്ന് പറഞ്ഞ പോലെ ഹനുമാൻ പൊക്കി എടുത്തുകൊണ്ടെന്ന് കാണിച്ച സാധനമാണ് ഈ സിമിലിയർ പ്രിൻസിപ്പിൾ എന്നുള്ളത്. പക്ഷേ ഈ സിംഗിൾ മെഡിസിൻ എന്നുള്ളതും മിനിമം ഡോസ് എന്നുള്ളത് കഴിഞ്ഞ് പിന്നെ ഹനുമാന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിന്റെ ഹനുമാന്റെ എക്സ്പീരിയൻസ് പോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കണം. അത് ഇൻഡിക്കേറ്റഡുള്ള മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ അത് പിന്നെ ടിഞ്ചേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തായാലും ബയോകെമിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ആണെങ്കിലും മറ്റുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഹോമിയോപ്പതി. ഇവിടെ എന്ന് പറഞ്ഞാൽ സിമിലർ മെഡിസിൻ, ഹോമിയോ സിമിലർ സഫറിങ് തന്നെയാണ്. ആ ഹോമിയോസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതിനുശേഷം വന്നത് എല്ലാം സെക്കൻഡറി ആണ്. നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഹോമിയോപ്പതിനെ ബേസ് ചെയ്തിട്ടാണോ? അപ്പൊ അതുപോലെ ഓരോരുത്തർക്ക് ഡോസിനെ കുറിച്ച് പൊട്ടൻസിനെ കുറിച്ചൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട, കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് അല്ലെ സീനിയേഴ്സിനോട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിക്കുക. മറ്റൊരു കാര്യം ഓർത്താൽ മതി, ഇഫ് ദ മെഡിസിൻ ഈസ് കറക്റ്റ്
whatever may be the potency, it will act, but the duration taken for cure depending upon the exact potency. അപ്പൊ നിങ്ങൾ പൊട്ടൻസി തെറ്റിന്ന് ഓർത്തിട്ട് രോഗം മാറാതിരിക്കുന്നില്ല, പക്ഷെ മാറാനെടുക്കുന്ന സമയം ഇച്ചിരി വ്യത്യാസം വരാം. അപ്പൊ കൃത്യമായ പൊട്ടൻസി ഡോസും കൂടി ആണെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രോഗം മാറാം എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു രോഗത്തിന്റെ ഗതി അനുസരിച്ച് ചികിത്സിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കുക. അതാണ് ഹോമിയോപ്പതിന് എന്നെ സംബന്ധിച്ചോളം എൻ്റെ 10-25 വർഷത്തെ അനുഭവം കൊണ്ടുണ്ടായ ഒരു അറിവ്. പക്ഷെ ഈ ക്ലാസ്സിലെ ആൾക്കാർ കുറവാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചോളം ഈ ഒരു അറിവ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏത് മെഡിസിൻ അല്ലെങ്കിൽ ഏത് തരം മെഡിസിൻ എവിടെ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. എന്തായാലും എൻ്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളൊന്നും പറയാനല്ല, നമുക്ക് ഞാൻ പറയാത്ത പോയിന്റുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ഡോക്ടറെ. ഡോക്ടറെ എല്ലാവർക്കും ഒരു നല്ല ധൈര്യമാണ് കൊടുത്തത്. നമ്മൾക്കിപ്പം ശരിക്കും 9:58 ആയി കഴിഞ്ഞു. 5 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് വീണ്ടും ഒന്ന് എടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഹരിഹരൻ ഡോക്ടറെ. കുറച്ച് സമയമേ ഉള്ളൂ. ഇല്ല, ഞാൻ പെട്ടെന്ന് നിർത്താം. ഡോക്ടർ മനോജ് കുമാറിന്റെ ആ വ്യൂസ് ഒക്കെ ഞാൻ കേട്ടു. പാർഷ്യലി ഐ ആം എഗ്രീയിങ് വിത്ത് ആൾ ഹിസ് പോയിന്റ്സ്. അതിൽ ഒരു കാര്യം പറഞ്ഞതിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യോജിപ്പുള്ളത്. എന്താന്ന് വെച്ചാൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഉണ്ട് ഹോമിയോപ്പതി ക്രോണിക് ഡിസീസ് ചികിത്സിക്കുന്നതിന്. ഇത് ഞാൻ പല പ്രാവശ്യം പല സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. മനോജ് ഡോക്ടർ ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോണിക് ഡിസീസസിനെ ഒരു വലിയ ഒരു വൃക്ഷമായിട്ട് കരുതിക്കൊണ്ട് അതിന്റെ ചില്ലകൾ ഓരോന്ന് വെട്ടി, സിംറ്റംസിനെ വെട്ടി നമുക്കത് ആ ഡിസീസ് അനിഹിലേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അല്ലാതെ തന്നെ ഇതൊരു മാവാണ് ഇല്ലെങ്കിൽ ഒരു ആലാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ മരുന്ന് കൊടുത്താലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അപ്രോച്ച് ചെയ്താലും ആ രോഗം ഭേദമാക്കിയെടുക്കാം. പിന്നെ ഡിഫറെന്റ് കാര്യങ്ങളോട് ഡോക്ടർ പറഞ്ഞു, അതിനോടൊക്കെ കുറേയൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. ലാസ്റ്റ് പറഞ്ഞതിനോട് കുറച്ചുകൂടെ വിയോജിപ്പുണ്ട്. എന്താ വെച്ചാൽ പൊട്ടൻസി ഏതാണെങ്കിലും രോഗം ഭേദമാകും എന്നുള്ളത് അത് ശരിയാണ്. പക്ഷെ അവിടെ ഒബ്സർവേഷൻ വേണം ശരിക്കും. അതായത് സിലീഷിയോ ഇല്ലെങ്കിൽ പൾസാറ്റിലെ വാട്ടർ മേ ബി ദി മെഡിസിൻ, അതിന്റെ പൊട്ടൻസി ആ ഡിസീസ് ഫോഴ്സിനെക്കാട്ടിലും ഹയർ ആണെങ്കിൽ ഷുവർലി ഇറ്റ് വിൽ ഷോ അഗ്രവേഷൻ. അത് മനസ്സിലാക്കാനുള്ള കാപ്പാസിറ്റി ആ ഹോമിയോ ഡോക്ടർക്ക് ഇല്ലെങ്കിൽ ആ കേസ് ഓയിലാവും. അത് ഡോക്ടർ പറഞ്ഞതിനോട് ആ കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഡോക്ടർ കഴിഞ്ഞോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പറയാം. ഓക്കെ, ക്ലാസ് ഈസ് നൈസ്. മനോജ് ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ഇല്ല സാർ, ഈ പൊട്ടൻസി കണ്ടുപിടിക്കുന്നതിനോട് നമുക്കൊരു ഉപദേശിച്ചു കൊടുക്കാം. രോഗിയുടെ ക്ലിയർ ആവുന്നില്ല. എന്തോ ക്ലിയർ ആവുന്നില്ല? ഇല്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ പിന്നെ പറഞ്ഞത് ഇപ്പൊ സാറ് പറഞ്ഞത് ശരി തന്നെ. ഈ പൊട്ടൻസി എന്നുള്ളത് അല്ലെങ്കിൽ ഡോസ് എന്നുള്ളത് പെട്ടെന്ന് ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഡിസീസ് കണ്ടീഷൻ, അതിന്റെ പത്തോളജിയും രോഗിയുടെ വൈറ്റാലിറ്റിയും ഒക്കെ അനുസരിച്ചാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ IQ ലെവൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഹയർ പൊട്ടൻസി മതിയാവും. പക്ഷെ ആ ഒരു ലേമന്റെ അടുത്ത്, ഒരു സാധാരണ ഒരു കർഷകന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചിലപ്പോൾ ആ പൊട്ടൻസി കൊണ്ട് ഫലിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരാളൊരു മഴ നനഞ്ഞ് വന്നു, നമ്മൾ റെസ്റ്റോക്സ് 1 മുതൽ 8 ഒറ്റ ഡോസ് കൊടുത്താൽ മതി എന്ന് പറയുന്നതൊന്നും ചില കേസിനകത്ത് പറ്റണമെന്നില്ല. അപ്പൊ സാറ് പറയുന്ന രീതിയിൽ ഈ പൊട്ടൻസി ഡോസ് ഒക്കെ കൊടുക്കുന്നത് പെട്ടെന്ന് ഒരാൾക്ക് ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളും സ്വന്തം അനുഭവങ്ങളും കൂടി ചേർത്തിട്ട് വിജയിക്കാനാണ് പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. അപ്പൊ ഇനി ഒരു ഡോക്ടറുടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ദീപപ്രകാശ് ഡോക്ടർ. ഡോക്ടറെ
മനോ ഡോക്ടറെ നമസ്കാരം സാർ. നമസ്കാരം കേൾക്കുന്നില്ലേ? ഡോക്ടർ. ഡോക്ടറെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടറെ ക്ലാസ് എപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന എങ്ങനെയെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഡോക്ടർ അലൻസ്കി നോട്ടിൽ ഡയബറ്റീസിനെ കുറിച്ച് 2 മെഡിസിൻ പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണ്? ഹെലോണിയസും അതൊന്നും അറിയാൻ വേണ്ടിട്ട്. നാട്രമോറും Okay, ഹെലോണിയസും നാട്രമോറും. നാട്രമോർ ഏത് പൊട്ടൻസി എന്ന് പറയുന്നത്? ഇല്ല അലൻസ്കിനോട്ട് അങ്ങനെ പൊട്ടൻസി പറയുന്നില്ല സാറേ. അല്ല 13 സാറിന്റെ 200 ആണ് അനുഭവത്തിൽ ഞാൻ ഉപയോഗിക്കാറുള്ളത്. അല്ലല്ല, ഞാൻ 13 200 ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ടിപ്പിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ വണ്ണമലോട്ടൊക്കെ പോകാറുള്ളൂ. എനിക്കൊരു Okay, മെഡിസിൻ ആണ് എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ഹയർ പൊട്ടൻസി സിംഗിൾ ഡോസ് ഉപയോഗിക്കും. ഇനി അതല്ല ഗുണ്ടായിട്ട് ഇതാ വരുന്നു എന്നാ പിന്നെ നാട്ടമൂറ് കൊടുത്തു കളയാന്ന് വിചാരിക്കുമ്പോ ഞാൻ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. ചെറിയ മെഡിസിൻ ചെറിയ പൊട്ടൻസി കൊടുക്കും. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. സാർ. അടുത്ത ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ജയചന്ദ്രൻ ഡോക്ടർ സംസാരിക്കാം. ജയചന്ദ്രൻ ഡോക്ടറെ. ഡോക്ടറെ സ്പീച്ച് വളരെ നന്നായിരുന്നു. ഡോക്ടർ ക്ലാസ്സിൽ ഈ സ്പൂട്ടം എക്സ്പ്രഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ പ്രത്യേകമായിട്ടുള്ള ഇ എൻ ടി കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ തന്നെ ശബ്ദമടപ്പം, പിന്നെ ഈ ആഷ് കളറിൽ സ്പൂട്ടം എക്സ്പെൽഷനും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് മരുന്നാണ്, എങ്ങനെയാണ് അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്? ആഷ് കളറാകുമ്പോഴും പത്തോളജി വരാമെന്നാണ് പറയുന്നത് സാറേ. കാരണം ചുമയില്ല, കോൾഡില്ല, ചെറിയ ശബ്ദമടപ്പം കൂടെ ഇങ്ങനെ ആക്കുമ്പോൾ ആഷ് കളറിൽ സ്പോട്ടായി പല്ലി വയ്ക്കുന്ന സമയത്തോ നാക്ക് ഓടിക്കുന്ന സമയത്തോ അങ്ങനെ ആഷ് കളറിലുള്ള സ്പോട്ട് വരും. അങ്ങനെ കേസ് വന്നിട്ടുണ്ടോ? അവിടെ നമ്മൾ ഏതൊക്കെ മരുന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്? എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കണം സാർ. ഓ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ വേണേലും സാറിന് ഞാൻ വാട്സാപ്പിൽ വേണേലും ഞാൻ പറഞ്ഞുതരാം. ഓ, എനിക്കിപ്പോ പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്നില്ല സാർ. കാരണം എന്തോ കുറച്ച് പഴകിയ ഒരു സാധനം ആയതുകൊണ്ടായിരിക്കണം ആഷ് കളറിൽ വരാൻ സാധ്യത. വേറെ ഏതെങ്കിലും കേൾക്കുന്ന മറ്റേതെങ്കിലും ഡോക്ടർമാർക്ക് സഹായിക്കാമെങ്കിൽ സഹായിക്കാം. ആഷ് കളർ ഡിസ്പെടുത്തിന് തന്നെ മെഡിസിൻ ഉണ്ട്. ഞാൻ അല്ലെങ്കിൽ നോക്കി കണ്ടുപിടിക്കണം. ഞാൻ അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് ചെയ്തേരാം സാർ. എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല സാർ. ഡോക്ടർ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വിളിച്ച് ഓർമ്മപ്പെടുത്താം. നോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. 9447 689 239 9447 689 239. അതെ സാർ, അതെ സാർ. സാറേ ജയേന്ദ്ര സാർ ഒരു നന്ദി കൂടെ പറയണേ. ഏത് സമയത്തായിരിക്കും ഡോക്ടർ ഫ്രീ ആവുന്ന സമയം? ഞാൻ രാത്രി 8 മണിക്ക് 9 മണിക്ക് ഇടയ്ക്കുള്ള സമയത്തായിരിക്കും. രാത്രി വിളിക്കുകയാണെങ്കിൽ സൗകര്യം. അല്ല സാറിന് വാട്സാപ്പിൽ വോയിസ് അയച്ചാലും മതി സാർ, ഞാൻ മറുപടി പറയാം സാർ. ഓക്കെ സാർ. ജയേന്ദ്ര സാർ നന്ദി പറയണേ. ജയേന്ദ്ര സാർ മനോജ് ഡോക്ടറെ ക്ലാസ് ഒന്നും ഞാൻ അങ്ങനെ മിസ് ചെയ്യാറില്ല. വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലാതെ ഞാൻ മിസ് ചെയ്യത്തില്ല. കാരണം മനോജ് ഡോക്ടറെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കഥ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം പോലെയാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ വാക്കും നമ്മൾ മറക്കാത്ത ഒരു ഇതാണ്. അതുകൊണ്ട് ഡോക്ടറെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഇനിയും കൂടെ വരണം, നമ്മളെ രസിപ്പിച്ച് വേണ്ട ഉപദേശങ്ങളൊക്കെ തരണം. ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഡോക്ടറെ അകമൊഴിഞ്ഞ നന്ദിയും ഗുഡ് നൈറ്റും പ്രകാശിപ്പിക്കുന്നു. നന്ദി ഡോക്ടറെ. ഓക്കെ. അങ്ങനെ ഇന്നത്തെ ഒറ്റ കാര്യം, ആഷ് കളേർഡ് സ്പോട്സ് എക്സ്പെക്ടേഷനിൽ കാണുന്ന മെഡിസിനെ കാണുന്നത് അരുണ്ടോ ഏത് പൊട്ടൻസിയാണ് നമുക്ക് പറ്റിയത്? ശരി സാർ. അരുണ്ടോ ടിഞ്ചർ അല്ല, അരുണ്ടോ ഞാൻ ഉപയോഗിക്കാറുള്ളത് ടിഞ്ചറാണ് സാറേ. ലോ പൊട്ടൻസി മതി. ഒരു സിംറ്റം മാത്രം വെച്ചിട്ടൊന്നും പ്രിസ്ക്രൈബ് ചെയ്യണ്ട. അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ലോ പൊട്ടൻസി മതി. ശരി സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാവർക്കും നന്ദി. ഓക്കെ സാർ. അങ്ങനെ വ്യത്യസ്തമായ ഒരു ക്ലാസ്സിലൂടെ നമ്മൾക്ക് നല്ലൊരു അനുഭവമാണ് മനോജ് ഡോക്ടർ തന്നത്. അങ്ങനെ ഡോക്ടർക്ക് പ്രത്യേകം ഒരു നന്ദി എൻ്റെ ഇതും കൂടെ അറിയിക്കട്ടെ. അതുപോലെ സൂമിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ 1266
സൂം ഇന്നിവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.